പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാ സഹോദരന്മാരെയും എല്ലാ സഹോദരിമാരെയും അറിയിക്കുകയാണ്. പ്രിയരെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായി ഈ ചെറിയ ജീവിതയാത്രയിൽ പരസ്പരം കണ്ടുമുട്ടുവാൻ സുഹൃത്തുക്കൾ നമ്മളെ സഹായിച്ചു. നമ്മൾ എത്ര കാലം ഇവിടെ ഉണ്ട് നമുക്ക് അറിയത്തില്ല. അതെല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. എന്തൊക്കെ ചുറ്റും നടന്നാലും സ്നേഹനിധിയായ സർവശക്തനായ ഒരു പിതാവ്, ഒരു സൃഷ്ടാവ് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി നാം ഓരോരുത്തരും ആ സൃഷ്ടാവിനെ അനുസരിച്ച് സൃഷ്ടാവിന്റെ പാദപീഠങ്ങളിൽ, സൃഷ്ടാവിന്റെ കരങ്ങൾക്കുള്ളിൽ സുരക്ഷിതരാണ് എന്നുള്ള ബോധത്തോടെ ആയിരിക്കാൻ ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇന്ന് നമ്മളെ കാത്തുസൂക്ഷിക്കുന്ന ആ നല്ലവനായ ദൈവത്തിന്റെ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് കടന്നു പോരുവാൻ കർത്താവിൽ നാം ശരണപ്പെടുകയാണ്. നാം കഴിഞ്ഞ സന്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുവന്നിരുന്നത് സ്വർഗത്തിൽ നിന്ന് വന്ന യേശു, എന്നാൽ പിശാച് ഭൂമിയിൽ ഇതാ മറ്റു കള്ള യേശുക്കളെ ഭൂമിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ രംഗവും ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്താണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അത് ഞാൻ പ്രസംഗിച്ച യേശു അല്ല, അത് മറ്റൊരു യേശുവാണ്, അത് മറ്റൊരു സുവിശേഷമാണ്, അവിടെ വ്യാപിച്ചത് മറ്റൊരു ആത്മാവാണെന്ന് 1 കൊരിന്ത്യർ 14 പറഞ്ഞത് ഞാൻ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ ഇതാ നാം മനസ്സിലാക്കി യോഹന്നാൻ 6:38 കർത്താവ് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ദൈവത്തിന്റെ ഓപ്പറേഷൻ ചെയ്യാനാണ്, ദൈവത്തിന് ഇഷ്ടം ചെയ്യാനാണ് എന്നുള്ള വാക്കുകൾ നമ്മൾ ചേർത്ത് ചിന്തിക്കുകയായിരുന്നു. എന്നാൽ ഇത് അതിൻ്റെതായ തുടർച്ചയായി തന്നെ നാം ഇത് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തില് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. കാരണം സ്വർഗത്തിൽ നാം കഴിഞ്ഞ സന്ദേശങ്ങൾ മനസ്സിലാക്കിയ ചിന്തകൾ ഒന്നായി പറയട്ടെ. സ്വർഗത്തിൽ നിന്ന് വന്ന യേശു, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ എന്ത് ചെയ്യുന്നു? യോഹന്നാൻ 1:18 പറയുകയാണ്, പിതാവിന്റെ മാറിലിരിക്കുന്ന ആ പുത്രൻ ഇതാ അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുന്നു. അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. അപ്പോ സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തുക. എന്നാൽ ഭൂമിയിൽ നിന്നുള്ള യേശു നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം, പിതാവിനെ മറച്ചുകളെ, അതായത് ഗോഡ് ഹെഡിന്റെ ആരംഭത്തെ അങ്ങ് മറച്ചിട്ട് താൻ തന്നെ അവിടെ അതായിട്ടങ്ങ് നിൽക്കുകയാണ്. അങ്ങനെയല്ല, ഒന്ന് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയുണ്ട്. പിന്നെ ഇതാ ഈ ഭൂമിയിലെ യേശു, മറ്റൊരു യേശു ഇതാ പിതാവിനെ തന്നെ കൊണ്ട് തന്നെ അങ്ങ് മറച്ചുകളെ. എന്നാൽ ഇന്ന് യഥാർത്ഥ യേശു പറയുന്ന ആ ഒരു മണ്ഡലം നാം മനസ്സിലാക്കാൻ പോവുകയാണ്. കുറച്ച് ആഴമേറിയ കാര്യങ്ങളാണ്, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം, അത് ആ ഒരു ഭാഗത്ത് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതൊക്കെ മനുഷ്യനെ കടിച്ചാൽ പൊട്ടാത്ത ചില സാധനങ്ങളാണ്. അപ്പോ ആ ഭാഗത്തേക്ക് കൂടി ഒന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ അതിനു മുമ്പ് ഇതാ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതിന് എന്തിനു വേണ്ടിയാ? നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഫേമസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയോ, ഞാൻ എന്റെ ഗ്രൂപ്പ് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയോ, എന്റെ സംഘടന അല്ലെ ഡിനോമിനേഷൻ അല്ലെങ്കിൽ മതം ശരിയാണെന്ന് കാണിക്കുന്നത് ഒന്നിനും വേണ്ടിയല്ല. നാം ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഉദ്ദേശം നാം സമൃദ്ധമായ ജീവനിലേക്ക് കയറണം. സമൃദ്ധമായ ജീവനിലേക്ക് യേശുക്രിസ്തു യോഹന്നാൻ 10:10 പറയുന്ന ഒരു കാര്യം, ഞാൻ വന്ന് ജീവൻ തരാന് സമൃദ്ധിയായി തരുവാനാണ്. പക്ഷെ കള്ളൻ അങ്ങനെയല്ല, കള്ളൻ അതിനെ മുടിച്ചു കളയാനാ പിശാച് വരുന്നത്. അപ്പോ സമൃദ്ധമായ ജീവനിലേക്ക് നാം കയറണം. അപ്പോ സ്വർഗത്തിൽ നിന്നുള്ള യേശു, ആ യേശുവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ യേശു പിതാവിനെ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ പുത്രത്വത്തിൽ വളരുന്നു. ആ പുത്രത്വത്തിൽ വളരുമ്പോൾ ഇതാ നമുക്ക് ആ ജീവൻ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. നിത്യജീവൻ, നിത്യമായി നിലനിൽക്കുന്ന ജീവനിൽ നാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് നാം മുന്നോട്ടേക്ക് കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പലർക്കും പല ചോദ്യങ്ങളും പല വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും നിങ്ങൾ പഠിച്ചതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ പഠിച്ചതുമായിട്ട് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യരുത്. ദൈവത്തിന്റെ വചനവുമായി മാത്രമേ ഇതിനെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോ ഇന്ന് ദൈവം അനുവദിക്കുന്ന നമ്മൾ ആ ഗോഡ് ഹെഡിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് ഇടയാകും. കാരണം ഇന്ന് ഒരു അവീര് പരുവത്തിലാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരിക്കല് ഞാൻ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോ ഒരു സഹോദരനോട് പറഞ്ഞു, ഞാന് ഒരു ലൈഫ് കോച്ചാണെന്ന് പറഞ്ഞ് അതിനെ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ലൈഫ് കോച്ചിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം ഷാർജയിൽ നിന്ന് കയറിയതാ. അദ്ദേഹത്തോട് ഞാൻ ഇന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. എനിക്കറിയാം, എനിക്ക് ബൈബിളൊക്കെ അറിയാം. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ആരുടെയോ കൂടെയോ ഷാർജ ഏതോ ചർച്ചിലൊക്കെ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോ പക്ഷെ അതിന് അവൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ പോകാറൊന്നുമില്ല,
അതെന്ത് പറ്റി? അവരുടെ എല്ലാം ആ രീതി കണ്ടപ്പോ പിന്നെ എനിക്ക് പോകാൻ തോന്നിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വേറെ സഹോദരനെ മനസ്സിലാക്കാനിടയെ അദ്ദേഹം മറ്റൊരു ജാതി എന്ന് വന്നതാണ്. മറ്റൊരു ജാതി ഭയങ്കര പ്രസംഗമൊക്കെ ആയിട്ട് എന്റെ കൂടെ അതായത് എപ്പോഴും സംശയം ചോദിക്കലൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ ചില ദിവസങ്ങൾ മുമ്പ് ചോദിച്ചപ്പോ അദ്ദേഹം മൊത്തം ഇപ്പൊ വേറെ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഇപ്പൊ പരിപാടി. അപ്പൊ അദ്ദേഹം മടങ്ങിപ്പോയി. അപ്പോ എന്നിട്ട് അദ്ദേഹം അതിവിടെ കൊടുത്തതിന്റെ കമന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പലരും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഒക്കെയാണ് ഓക്കെ, അദ്ദേഹത്തിന്റെ കമന്റ് എന്ന് പറയുന്നത് അവരുടെ ആളുകളുടെ ചെയ്തിട്ട് പറയാ ഇതൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോ ഇവരെങ്ങനെ മടങ്ങിപ്പോവാ? കാരണം എന്ന് പറയുന്നത് ഇവർക്ക് പറയാനുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ വന്ന് കണ്ടപ്പോ ആകപ്പാടെ അവര് വരുവാ മൊത്തം. അപ്പോ ഇത് എന്തുവാ ഇങ്ങനെ? അതിനേക്കാളും ബെറ്റർ എന്റെ പഴയതെന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോ ഇതേ രീതിയിലുള്ള ചിന്തയാ. അപ്പൊ ഇതിന്റെ നടുവില് ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോ ഇതിനെ എതിർക്കുന്ന കുറെ പേരുണ്ടാവും. ഓക്കെ, അപ്പോ എതിർക്കുന്നവരെ എതിർക്കട്ടെ, പക്ഷേ സത്യം അറിയുവാൻ തക്കവണ്ണം ദൈവം നിയമിച്ച വ്യക്തികൾ സത്യം അറിയട്ടെ. അപ്പോ ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്താവിന്റെ ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പോ സഹോദരങ്ങളെ, നിങ്ങൾ മറ്റാരെങ്കിലും കൂടി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്തേക്കണം? അങ്ങ് വിട്ടുകളഞ്ഞേക്കണം. അങ്ങ് തർക്കിക്കാനൊന്നും വരരുത്, വിട്ടുകളഞ്ഞേക്കുക. കാരണം എല്ലാവർക്കും മനസ്സിലാകത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ഇപ്പോൾ തന്നെ ഇതൊക്കെ മനസ്സിലാകുന്ന ദൈവത്തിലൂടെ നടക്കുന്നവർക്ക് പോലും പറയുന്ന ഒരു കാര്യം ഇപ്പോൾ നാം അംശമായി അറിയുന്നു. അപ്പൊ ഇപ്പൊ നാം മുഴുവനും അറിയുന്നില്ല, ഇപ്പൊ നാം അംശമായി അറിയുന്നു. ഫസ്റ്റ് 13-ാം അധ്യായത്തിന്റെ കാര്യമാണ്. ഇപ്പോൾ നാം അംശമായി അറിയുന്നു. അപ്പൊ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോ. അപ്പൊ ഇപ്പോൾ ശിശുവിനെ പോലെ ചിന്തിക്കണേ, പക്ഷേ പ്രായമാകും തോറും അംശമായി തിങ്ങിപ്പോകും. കാരണം എന്താണ് ഈ പൂർണ്ണമായത്? പൂർണ്ണമായിട്ട് ദൈവരാജ്യമാണ്, പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ഭരണമാണ്, പൂർണ്ണമായിട്ട് ദൈവമാണ്. അപ്പോ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വാഴും തോറും നമ്മൾ ദൈവരാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലാത്കാരികൾ അവിടെ ബലാത്കാരനെ പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ പൂർണ്ണതയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അപ്പോ അതിന്റെ പൂർണ്ണതയാണ് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ അതിലേക്കുള്ള പ്രവേശനം. അപ്പൊ പ്രവേശനം നടക്കുന്തോറും നമ്മൾ എന്ത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്? അംശമായത് വിട്ട് ഇതാ ആ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവരും തികഞ്ഞവരെ ആരുമില്ല, തികഞ്ഞവനായ കർത്താവ് യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിലേക്കുള്ള യാത്രയിലാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും കാര്യമായിട്ട് കാര്യങ്ങളോ വാദമോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വിശുദ്ധ പുസ്തകം എടുത്ത് ആ ദൈവത്തിൽ മുട്ടുമടക്കി ദൈവത്തിൽ ചിന്തിക്കുക. ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് ഇടയാകട്ടെ. അപ്പോ നിങ്ങൾക്ക് കർത്താവ് എനിക്ക് ഹൃദയത്തിൽ ആ ചിന്തകൾ നിങ്ങളെ തന്ന് സഹായിക്കുക മാത്രമേ ഉള്ളൂ എന്ന ലക്ഷ്യം. ഒരു ഗ്രൂപ്പിലേക്കോ ഒരു സംഘടനയിലേക്കോ അത് എന്റെ കൂടെ ഒന്നും കൂട്ടുന്ന യാതൊരു ലക്ഷ്യവുമില്ല. അപ്പോ ഈ വെളിച്ചം നിങ്ങൾക്ക് തരിക, സഹായിക്കുക. കാരണം എനിക്ക് കർത്താവ് കൺഫ്യൂഷൻ ഇല്ലാതെ ചിന്തിക്കുവാൻ തക്കവണ്ണം വെളിച്ചം തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കും തന്ന് ഏൽപ്പിക്കുകയാണ്. അപ്പൊ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പൊ ഇവിടെ നാം ജീവനിൽ വളരണം. അപ്പൊ ജീവനിൽ വളരണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് യേശു നിത്യജീവന്റെ ഡെഫിനിഷൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. നിത്യജീവന്റെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചാൽ. എന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. അതിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇത് സ്വർഗത്തിൽ നിന്ന് യേശു നിത്യജീവന്റെ ഡെഫിനേഷൻ പറയാണ്. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകും. അപ്പോ ഇതിനേക്കാളും നന്നായിട്ട് ഡെഫിനേഷൻ പറയാൻ അറിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല വേറെ ആർക്കെങ്കിലും. യേശു ക്രിസ്തു പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ അഭിപ്രായം പറയുകയാണ്, ഏക സത്യ ദൈവമായ നിന്നെയും പിതാവിനെ കുറിച്ചായി പറയുന്നത്. പിതാവ് അയച്ച ക്രിസ്തുവിനെയും കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോ എന്താണ് നിത്യജീവൻ? നിത്യജീവന്റെ 2 ഭാഗങ്ങളാണ് കർത്താവ് പറയുന്നത്. ഏക സത്യ ദൈവമായ പിതാവിനെ കുറിച്ചായി പറയുന്നത്. പിതാവിനെയും പിതാവ് അയച്ച ക്രിസ്തുവിനെയും കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ. ഇത് നമ്മൾ അനേകം പ്രസംഗ വേദികളിൽ കേൾക്കാത്ത കാര്യമാണ്. കേൾക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ ഇതിനെ പ്രസംഗിക്കാൻ പറ്റൂല. ഇന്നത്തെ തീയതി വെച്ച് ക്രിസ്തു അല്ലേ ദൈവം.
അപ്പോ ക്രിസ്തു പറയുന്നു ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പൊ ഇത് പ്രസംഗവേദികൾ കേൾക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവം, ഇത് നിവർത്തിച്ചെടുക്കുവാൻ പലർക്കും കഴിയത്തില്ല. വചനസത്യമാണ്, യാതൊരു മാറ്റവുമില്ല. അപ്പോ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ യേശു പറയാണ്, രണ്ട് അറിവുകളാണ്. അത് അറിയുന്നോറും കുഞ്ഞെ നിന്റെ ഉള്ളിൽ ജീവൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതെന്ന് പറയും, ഇപ്പൊ നാം അംശമായി അറിയുന്നു, കുറച്ചേ അറിയുന്നുള്ളൂ. പക്ഷെ അപൂർണമായത് വരുമ്പോ, ആ പൂർണ്ണമായതാണ് ആ ക്രിസ്തു വെളിപ്പെടുത്തുന്ന പിതാവ്. തന്റെ മാറിലിരിക്കുന്ന പുത്രൻ എന്ത് ചെയ്യുന്നു? അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുന്നു. ഇത് സംഭവിക്കുന്തോറും നീ ഇത് അറിഞ്ഞാൽ, സത്യം നീ അറിയും, സത്യം നിന്നെ സ്വതന്ത്രമാക്കുന്തോറും നീ അംശമായത് വിട്ട് പൂർണ്ണമായതിലേക്കുള്ള യാത്രയില്ല. അംശമായത് വിട്ട് പൂർണ്ണമായതിലേക്കുള്ള യാത്രയില്ല. അപ്പോ നീ സ്വതന്ത്രമായിക്കൊണ്ടിരിക്കും. ആ വചനം നിന്റെ ഉള്ളിൽ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും തോറും ആ വചനത്തിന്റെ ഉള്ളിൽ ജീവനുണ്ട്. നിന്റെ ഉള്ളിൽ ജീവനിൽ നിന്ന് ജീവനിലേക്ക് നീ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോ ജീവനിൽ നിന്ന് ജീവനിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. ജീവനിൽ നിന്ന് ജീവനിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ വളർച്ച നമ്മുടെ ഉള്ളിൽ വേണം. പക്ഷെ ഇന്നത്തെ ഈ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ പല ഉപദേശങ്ങൾ കിടക്കും. ഒരു കൂട്ടര് ഇതാ, യഹൂദന്മാർ ഒരു സൈഡ്, അവര് യേശുവിനെ അംഗീകരിക്കുന്നില്ല, യേശു ചതിയനാണ്, കള്ളനാണെന്നൊക്കെ പറഞ്ഞ് അവർ പോയിരിക്കുക. അപ്പോ യേശുവിനെ അംഗീകരിക്കാത്ത വേറൊരു കൂട്ടര് അവരെ യഹോവയെ അംഗീകരിക്കത്തുള്ളൂ, യഹോവ സാക്ഷിയാണെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. ഇനി അതല്ല, യഹോവ അല്ല, ഇപ്പൊ യേശു ആണ് ദൈവം എന്നും പറഞ്ഞുകൊണ്ട് യേശു നാമക്കാർ വേറെ രീതിക്ക് പോയി. അപ്പൊ ഇതിന്റെ ഇടയില് കുറച്ചു പേര് ഇതാ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ഏകദൈവം എന്ന് പറഞ്ഞ് അവര് നിൽക്കുന്നു. അപ്പൊ ഈ ഒരു തലത്തിൽ നിൽക്കുന്നു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന വ്യക്തിത്വങ്ങള് ഇത് എല്ലാം കൂടി കണ്ട അവീര് വരുമോ ഈ സംഭവം? അവർക്ക് ഒന്നും പിടുത്തം കിട്ടുന്നില്ല, എന്താ ഈ സാധനം. അപ്പൊ തന്നെ ഇന്നത്തെ നമ്മുടെ എല്ലാ ഫേസ്ബുക്ക് മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ജനം ഇത് കാണുന്നവർക്ക്, പുതിയതായിട്ട് വരുന്നവർക്ക്, ഇത് കാണുന്നവർക്ക് ആകെപ്പാടെ ഒരു വല്ലായ്മ. ഇതെന്തുവാണ്? ഞാൻ പോട്ടെ, പുതിയതായിട്ട് വരുന്നവരെ വിട്. സഹോദരങ്ങളെ, നിങ്ങൾ തന്നെ നിങ്ങളെ ചിന്തിക്കും, നിങ്ങൾക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടുള്ള എന്താ സംഭവം? അങ്ങനെ മൊത്തത്തിൽ ഒരു കലക്കം നടന്ന് കിടക്കുക. അപ്പോ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആ കഴിയാത്ത രീതിയിൽ കിടക്കുമ്പോ ജനത്തിന് ഇത് വളരാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെയുള്ള വചനങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല. ഏകസത്യമായ നിന്നെയും, യേശു പറഞ്ഞു ഏക സത്യ ദൈവം നീ ആണെന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ പ്രസംഗിക്കത്തില്ല. കാരണം ആ വചനം എടുക്കാൻ പറ്റത്തില്ല. കാരണം അറിയേണ്ടത് അറിയുന്നില്ല. അപ്പോൾ തന്നെ ഇതാ നാം മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഒരു വെബ്സൈറ്റിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. അത് കേട്ടിട്ട് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റാതെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് യേശുനാമക്കാർ പറയുന്നതാണ്, അത് മറ്റുള്ളവർ പറയുന്നതാണ്. നമുക്കത് വേണ്ടത് യേശുനാമക്കാരന്റെയോ യഹോവ സാക്ഷിയുടെയോ. എനിക്ക് യേശുനാമക്കാരന്റെ ഉപദേശം അറിയത്തില്ല, യഹോവ സാക്ഷിയുടെ ഉപദേശം അറിയത്തില്ല. എനിക്ക് ആകെപ്പാടെ എന്നെ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള ഈ ബൈബിളിന്റെ ഉപദേശം അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഉപദേശം അറിയത്തില്ല എങ്കിൽ നമ്മൾ ആകെപ്പാടെ എന്താ പറയാ, ഒരു അവിര് വരുവായോ, ആരെങ്കിലും നമ്മളോട് സംശയം ചോദിക്കാൻ വന്നാൽ നമ്മൾ അതും പറയും ഇതും പറയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ സംശയത്തിന് ഉത്തരം കൊടുക്കാനും പറ്റില്ല. ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് പറയുന്ന അനേകർ അതിന്റെ മുകളിൽ കുത്തിപ്പറിക്കാൻ പറ്റും. അപ്പൊ പിന്നെ അതൊരു നല്ല രീതിയിലേക്ക് പോകാനും പറ്റത്തില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വേറൊരു വചനോട് പറയാം. ഈ വചനം പറയുമ്പോൾ നിങ്ങളുടെ ആ അവസ്ഥകളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സംഭവങ്ങളൊക്കെ? പ്രസംഗിക്കുന്ന ഏതെങ്കിലും ദേവദാസന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. 1 Corinthians 8-ാം അധ്യായം 5-6 വാക്യം അവിടെ എഴുതിയിരിക്കുക. ശ്രദ്ധിച്ചോട്ടോ.
എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും, ശ്രദ്ധിച്ചു കേൾക്കുക, ദൈവവചനം പറയാണ്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. നമ്മളെ കുറിച്ച് പറയുന്നത്, ആകാശത്തിലും ഭൂമിയിലും ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ആര് പറയുന്നു? ബൈബിൾ പറയുന്നു. യേശു പറഞ്ഞത് തന്നെ ഇവിടെ വീണ്ടും പറയുക, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. അപ്പൊ പിന്നെ യേശുവോ? തൊട്ട് താഴെ പറയുന്നു, യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. രണ്ടുപേരെ വ്യക്തമായിട്ട് പറയാം, യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്ക് ഉണ്ട്. ഇതും പ്രസംഗിച്ചും കേൾക്കില്ല. അവൻ മുഖാന്തര സകലവും അവൻ മുഖാന്തരം നാമമാകുന്നു. ഇതൊന്നും പ്രസംഗിച്ച് കേൾക്കാൻ പറ്റത്തില്ല. കാരണം എന്താ കാരണം? തൊട്ട് താഴെ പറയുന്നു, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. അപ്പൊ എല്ലാവരും ഇല്ലാത്ത അറിവേതാണ്? എല്ലാവരിലും ഇല്ല എന്ന് ബൈബിൾ പറയുന്ന അറിവ്, എന്റെ വ്യക്തിപരമായാണെന്നും പറയുന്നില്ല, ബൈബിൾ പറയുന്ന അറിവേതാ? പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. അടുത്ത് പറയാണ്, യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്ക് ഉണ്ട്, അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമമാണ്. അപ്പൊ ഇത് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ജനം ആകെപ്പാടെ വെപ്രാളത്തിലാവും. ഈ പറയുന്നതൊക്കെ ബൈബിളാ. സകല മനുഷ്യരും റോമലേഖനം 3:4 പറയുന്നത് സകല മനുഷ്യരും ബോഡ്ക്ക് പറയുന്ന ഒരു ബൈബിൾ ദൈവവചനം അല്ലെങ്കിൽ ദൈവ സത്യമാണ്. ദൈവമാണ് സത്യം. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പ്രസന്റ് കേൾക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോ ഇന്ന് ലോകത്തിൽ നല്ലൊരു ഭാഗം യേശുവിനെ കൊണ്ട് പിതാവിനെ മറയ്ക്കുന്ന മറ്റൊരു യേശു നിൽക്കുക. അപ്പൊ യേശു നമ്മളെ അടിസ്ഥാനമിട്ടിരിക്കുന്ന, നമ്മളെ പണിതിരിക്കുന്ന യേശുവില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതാ വേറെ ചില വാക്യങ്ങളിൽ കടന്നു വരുമ്പോ ഇത് പറയാതെ വേറെ ചില വാക്യങ്ങൾ പറഞ്ഞ് യേശു ദൈവമാണെന്ന് കാണിക്കും. അപ്പൊ വീണ്ടും കൺഫ്യൂഷനായി. എങ്ങും എത്താൻ പറ്റാത്ത രീതിയിൽ ജനം കിടക്കുക. അതായത് ഇപ്പൊ നമ്മള് യെശയ്യാ പ്രവാചന പുസ്തകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ 9-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ആരോ അടിയിൽ ഏതൊരു സന്ദേശം കേട്ട് നമ്മുടെ അടിയിൽ എഴുതി വിട്ടു, യേശു പിതാവാണെന്ന് ബൈബിള് പറയുന്നു. ഉണ്ട്. യേശു 9:6 യേശുവിനെ കുറിച്ച് പറയുകയാണ്, യേശു നിത്യപിതാവാണ്. അപ്പോ ഇനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ പറയാണ്, ഇവിടെ പിതാവായ ഏക ദൈവമുള്ളെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ പറയാണ്, യേശുവിനെ കുറിച്ച് പറയാണ്, ഈസ് എ മൈറ്റി ഗോഡ്, ശക്തനായ ദൈവമാണ്, നിത്യനായ പിതാവാണ്. ആരെ കുറിച്ച്? യേശുവിനെ കുറിച്ച്. ഇവിടെ വന്നപ്പോഴോ യേശു പറയുന്നത് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പത്രോസ് പറയുന്നത് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ തന്നെ കർത്താവായ യേശു എന്ന കർത്താവും കൂടെ ഉണ്ട്. അപ്പൊ ഇത് എന്തുവാണ്? അതും ഇതെല്ലാം കൂടെ വായിക്കുമ്പോ ആകെപ്പാടെ മനുഷ്യൻ കൺഫ്യൂഷൻ ആകും. അത് പിന്നെ നമ്മൾ കൺഫ്യൂഷനായ മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. കടന്നു വന്നാട്ടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. ഇല്ല, ആര് പറഞ്ഞാൽ ശരി? യെശയ്യാ പ്രവാചകൻ പറഞ്ഞാൽ ശരി, യേശു പറയുന്നതാണ് ശരി, പൗലോസ് പറയുന്നതാണ് ശരി? 9:6 അവിടെ എഴുതിയിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. യേശുവിനെ കുറിച്ച് പറയണേ, പ്രവചനമാണ്. ഇനി അവൻ ആരാണ്? ആദ്യമൊക്കെ അവന്റെ തോളിലിരിക്കും, അത് ഗവൺമെന്റ് യേശുവിന്റെ തോളിലായിരിക്കും. അവനെ കുറിച്ച് പറയണം, അവൻ അത്ഭുത മന്ത്രി. അതാണ് ഈ കർത്താവ് എന്ന് പറയുന്നത്. കാര്യസ്ഥത ചെയ്യുന്ന വ്യക്തിത്വം. വീരനാം ദൈവം. ദൈവമേ നോക്കിയേ, അവിടെ പറഞ്ഞതിന് നേരെ എതിരായി, ഇവിടെ നേരെ വട്ടമായി. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റുമോ സ്റ്റേജിൽ നിന്നുകൊണ്ട്? ജനം കൺഫ്യൂഷൻ ആയി പോകത്തില്ലേ? അവിടെ പറഞ്ഞതിന് നേരെ വട്ടമായി. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഒരു കൂട്ടർ യേശുവിനെ ദൈവമാക്കി അങ്ങ് കോർണറൈസ് ചെയ്യും തങ്ങളെ തന്നെ. അപ്പൊ മറ്റേ സൈഡിൽ പറഞ്ഞില്ലേ പിതാവ് ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ വേറൊരു കൂട്ടരെ പിതാവിനെ ദൈവമാക്കി അങ്ങ് കോർണറൈസ് ചെയ്യും. അപ്പൊ ഏത് ഗ്രൂപ്പ്? എത്ര ഗ്രൂപ്പായി? ഇപ്പോ 2 ഗ്രൂപ്പായി. ഇനി ഇങ്ങനെ ഓരോന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഇതിന്റെ ഇടയിൽ സബ് ഡിവിഷൻ വെച്ച് ഗ്രൂപ്പുകളായി.
അങ്ങനെ പിതാവ് മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞ യഹൂദന്മാർ ഒരു ഭാഗത്ത് കൂടി. എന്നാൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തില് അവരെ യേശുവിനെ അതേപോലെ തള്ളിക്കളയുന്നില്ല, യഹൂദന്മാരെ പോലെ അവർ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് അവർ യഹോവയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് അത് മാത്രം അംഗീകരിക്കുന്നു. യഹോവ സാക്ഷ്യം എന്ന് പറഞ്ഞു പോയി. വേറെ കൂട്ടരെ യേശു ആണ് ദൈവം എന്ന് പറഞ്ഞ എല്ലാം കൂടി പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി. അത് യേശു സാക്ഷ്യം എന്ന് പറഞ്ഞു പോയി. ഇതിന്റെ ഇടയിൽ ഇഷ്ടമായ ഗ്രൂപ്പുണ്ട്. പിതാവിനെ പുത്രനെയും പരിശുദ്ധാത്മാവിനെ അംഗീകരിക്കുന്ന, പിന്നെ പരിശുദ്ധാത്മാവിന് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നവർ ഒരു കൂട്ടര്, അവർ കൃപാവനങ്ങൾ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യാനാണ് അവരെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു തലത്തിലല്ല അവര് പരുവത്തിൽ കിടക്കുക. ഇത് ശ്രമിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്, അവന് വീരനാം ദൈവം, പിന്നെ നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അപ്പൊ ഈ വചനം ശരിയാണോ? പുതിയ നിയമത്തിൽ എഴുതിയ ഈ മറ്റു വചനങ്ങളും വെച്ച് ഈ വചനം ശരിയാണോ? ശരിയാണ്. അപ്പൊ പുതിയ നിയമത്തിൽ എഴുതിയ വചനങ്ങളോ പിതാവായ ഏക ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ യേശു പറഞ്ഞല്ലോ. പിന്നെ യേശു എന്ന കർത്താവ്, അത് ശരിയാണോ? അതെ, ശരിയാണ്. അയ്യോ, അപ്പൊ പൗലോസ് പറഞ്ഞതോ പിതാവായ ഏക ദൈവം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, യേശു ഏക കർത്താവ് ഉണ്ട്, അത് ശരിയാണോ? അത് ശരിയാണ്. ഇതെല്ലാം കൂടി എങ്ങനെ ഇതുപോലെ ശരിയാണ്? എല്ലാം കൂടി എങ്ങനെ ശരിയാണ്? നമ്മൾ ദൈവത്തിന്റെ ചിന്തയോടെ ചിന്തിച്ചാൽ എല്ലാം ശരിയാണ്. നിങ്ങൾക്കറിയാമോ ഹവ്വയുടെ ആദ്യത്തെ പേരെന്താണ്? അറിയാവുന്നത് കൈവക്കി, വിരൽ വെക്കി. ഹവ്വയുടെ ആദ്യത്തെ പേര് അറിയില്ല. ഹവ്വയുടെ ആദ്യത്തെ പേരായിരുന്നു ആദം. ഹവ്വയുടെ ആദ്യത്തെ പേര് ആദം. ബൈബിളിലുള്ള കാര്യമാണ്. ഹവ്വയുടെ രണ്ടാമത്തെ പേരാണ് ഹവ്വ. ഹവ്വയുടെ മൂന്നാമത്തെ പേരാണ് സർവജനത്തിന്റെയും മാതാവ്. ഞാൻ പറയാണ്, ഹവ്വയുടെ പേര് ആദമാണ്. ഞങ്ങൾ ആദം സഭ. ആദമാണ് അവരുടെ പേര്. ബൈബിളിൽ ഉണ്ടല്ലോ ആദം സഭ. ആദസഭയിൽ എത്ര പേര് ഗുണം തയ്യാറുണ്ട്? ആദസഭ എല്ലാം അവരുടെ പേര് ഹവ്വ എന്നാണ്. ബൈബിളിലുണ്ട്. ഞങ്ങൾ ബൈബിളാണോ പ്രസംഗിക്കുന്നത്? ബൈബിളിലുണ്ട്. അത്ര പേര് ഹവ്വ സഭയെ കൂടാനുണ്ട്. കുറെ പേര് ഹവ്വ സഭയെ കൂടി. അവൾ സർവജനത്തിന്റെയും മാതാവാണ്. ബൈബിളിലുണ്ട്. അത് വേറൊരു രൂപം. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആകാം. പക്ഷെ ദൈവം വിളിച്ചു പറയും, എന്റെ ജനം ഭോഷന്മാർ. ബൈബിളിൽ പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സമയത്തിനനുസരിച്ച് പൊസിഷൻ മാറും. ഒന്ന് മനസ്സിലാക്കുക. സമയത്തിനനുസരിച്ച് പൊസിഷൻ മാറും. ആദ്യം എന്തുകൊണ്ട് ഈ ഹവ്വയ്ക്ക് ഈ 3 ലെവലുകൾ വന്നതെന്ന് അറിയാമോ? ആദ്യം ഹവ്വ ഉണ്ടായിരുന്നു. പക്ഷേ ഹവ്വയായല്ല ഉണ്ടായേ, ആദമായ ഉണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ആദ്യം ഹവ്വ ഉണ്ടായി. നോക്കിയേ, ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇനി ഗ്രാമറുമായിട്ടുള്ള മനസ്സിൽ ഞാൻ പറയാം. Language is indispensable to communication. Grammar is indispensable to proper communication. ഭാഷ കമ്മ്യൂണിക്കേഷൻ, ഒരാളുടെ ഹൃദയത്തിലുള്ള ചിന്ത മറ്റൊരാളിലേക്ക് എത്തിക്കുവാൻ വളരെ ആവശ്യമാണ്. പക്ഷേ ഗ്രാമർ അതേപോലെ തന്നെ അത് യഥാർത്ഥത്തിൽ എത്തിക്കാൻ, അതിന്റെ അർത്ഥത്തിലെത്തിക്കുവാൻ ഗ്രാമർ വളരെ ആവശ്യം. അപ്പൊ ഇവിടെ ഗ്രാമർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗ്രാമർ ഓരോന്നിനും പീരീഡുകളെ കുറിക്കും. പീരീഡിനെ മാറ്റിക്കളയും ഗ്രാമർ. ഇതേപോലെ തന്നെ ഹവ്വ ആദ്യമേ, ഹവ്വ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഹവ്വ ഉണ്ട്. എവിടെയാണെന്നറിയാമോ? ആദത്തിന്റെ ഉള്ളിൽ.
ദൈവം അപ്പോ പേരിട്ടത്, അവർക്ക് പേരിട്ടത് ആദം. അത് കഴിഞ്ഞപ്പോ ദൈവം ആദത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വാരിയെല്ലാം ഊരിയെടുത്ത്, എവിടെ നിന്ന് എടുത്തേ? പിന്നെ വീണ്ടും സൃഷ്ടിക്കുന്ന പരിപാടിയൊന്നുമില്ല, സൃഷ്ടിച്ചപ്പോ തന്നെ അതൊക്കെ ഉണ്ട്. ആ വാരിയെല്ലാം ഊരിയെടുത്തിട്ട് അതിന് മാംസം വെച്ച് ഒരു സ്ത്രീരൂപം ഉണ്ടാക്കി മുമ്പിൽ കൊണ്ടുവന്നപ്പോ ആദത്തിന്, അതായത് ആ സ്ത്രീക്ക് ആദം പേരിട്ടു ഹൗവ. അടുത്തത് രണ്ടാമത്തെ പേര്. അപ്പൊ സമയം മാറിയത് കണ്ടു. ആദ്യത്തെ സമയത്ത് ആദം എന്നായിരുന്നു പേരുന്നെങ്കിൽ ആദത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഹൗവ എന്നായി പേര്. അനുസരിച്ചേ, ഇനി ഹൗവയുടെ ഉള്ളിൽ നിന്ന് ചിലര് പുറത്തിറങ്ങി, മക്കള്. അപ്പോ പേര് വീണ്ടും അടുത്ത ലെവലിലേക്ക് എത്തി, സർവ്വജനത്തിന്റെയും മാതാവ്. സംഭവം സമയത്തിനനുസരിച്ച് സംഭവം മാറിക്കൊണ്ടിരിക്കുക. ഈ ഒരവസ്ഥ നാം പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് യേശുക്രിസ്തു ദൈവമാണെന്നും യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും യേശുക്രിസ്തു നമ്മുടെ കർത്താവാണെന്നും യേശുക്രിസ്തു മനുഷ്യപുത്രനാണെന്നും ഒക്കെ മനസ്സിലാക്കും. അവിടെ പിന്നെ തർക്കമില്ല. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ്. ഇതുകൊണ്ട് പബ്ലിക് നശിച്ചു പോവുകയുള്ളൂ. ഉള്ളവര് കൺഫ്യൂഷനിലാകും. കാരണം ഈ കൺഫ്യൂഷൻ ആകുന്നവർ ഈ വചനം ആഴത്തിൽ പഠിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മള് ഇതിലെ അക്ഷരങ്ങൾ മനസ്സിലാക്കുമെങ്കിലും അക്ഷരം മനസ്സിലാക്കാനല്ല വചനം പഠിക്കേണ്ടത്. ഇതിലൂടെ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടാനാണ് വചനം പഠിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് കർത്താവിന്റെ വചനം. അതായത് നമുക്ക് നിത്യജീവൻ കിട്ടണം. നിത്യജീവൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും കുറിച്ച് ഇവർക്ക് വെളിപ്പെടുന്നതാണ് നിത്യജീവൻ. പിതാവിന്റെ മാറിലിരിക്കുന്ന പുത്രൻ അദൃശ്യനായ പിതാവിനെ വെളിപ്പെടുത്തുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിയാ പഠിക്കണ്ടേ. അത് നമ്മളത് മനസ്സിലാക്കി നമുക്ക് വെളിച്ചമായ മറ്റുള്ളവർക്ക് നമുക്ക് പ്രകാശമായി തീരാനും കഴിയും. അപ്പോ ഈ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കിക്കോട്ടോ. ആദ്യത്തെ സംബന്ധിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ദൈവിക പദ്ധതിയിലേക്ക് ഈ എല്ലാ അവീത് പരുവത്തിലിട്ട സംഭവം ഉണ്ടല്ലോ, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവാ. യേശു ദൈവമാണ്, യേശു ദൈവപുത്രനാണ്, യേശു കർത്താവാണ്, പിതാവ് മാത്രമേ ഉള്ളൂ ദൈവം. അങ്ങനെയുള്ള എല്ലാ കൺഫ്യൂഷനോടും എടുത്തുകൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ പോകും. അതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇതൊന്നും മനസ്സിലാക്കിയേ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യം മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൈവത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്നുപോലെ വായിക്കാം. ആദമിന്റെ വംശ പാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഇനി അവരുടെ പേര് ശ്രദ്ധിച്ചോളാം. സൃഷ്ടിച്ചു ഭാര. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദം എന്ന് പേരിട്ടു. അവരുടെ പേരെന്തായിരുന്നു? അവർക്ക് ആദം എന്ന് പേരിട്ടു. കാരണം സൃഷ്ടിച്ച നാളിൽ ഒറ്റ ആളെ ഉണ്ടായിരുന്നു. സൃഷ്ടിച്ച നാളിലെ പേരാണ് പറയുന്നത്. സൃഷ്ടിച്ച നാളിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദത്തിന്റെ ഉള്ളിൽ ആദത്തെ സൃഷ്ടിച്ചു. ഇനി ആ സൃഷ്ടിച്ചതിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴാണ് ഹൗവ എന്ന് പേരായത്. അപ്പോ ആ സമയത്ത് നിങ്ങൾ നിന്നെ അവിടെ ഇപ്പൊ ഒരാളേ ഉള്ളൂ, അവർക്ക് പേരിട്ട അതിനുള്ളിൽ ഹൗവയുണ്ട്, പക്ഷെ പേരിട്ട് അങ്ങനെ ആദോന്നാ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ദൈവം ഇതാ ആദത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ സ്ത്രീയെ പുറത്തിറക്കുന്നത്. അപ്പോൾ പേര് പിന്നെ ആദോന്നല്ല ഹൗവനായി. ഇത് ദൈവവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം
അതിന്റെ 21-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലികളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലികളിൽ സ്ത്രീയാക്കി. അപ്പൊ ഇതുവരെ ആദമാണ്, അത് മാത്രമേ ഉള്ളൂ. അവരുടെ പേര് ആദമാണ്. ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ ഇപ്പൊ പേരിടുന്ന മനുഷ്യനാണ്. ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിലുള്ള അസ്ഥി, എന്റെ മാംസത്തിലുള്ള മാംസമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുക, ഇവൾക്ക് നാരി എന്ന പേരാകും എന്ന് പറഞ്ഞു. നാരി എന്ന പേര്, ആ പേരാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആദവും ഹവ്വയും, നാരി എന്ന പേര്, വുമൺ. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും, മനുഷ്യനും. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ആ പേരെന്ന് പറയുന്നത്, ഇവിടെ ഈ സ്ത്രീക്ക് പേരിടുന്നത് ആദമാണ്. അപ്പോ അടുത്ത ആ പേരിലേക്ക് കടന്നു വരികയാണ്. തുടർന്ന് നമ്മൾ ഈ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ, മൂന്നാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ എഴുതിയിട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന പേരിട്ടു. ഇനി അതിന്റെ അടുത്തത്, അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. അപ്പൊ ഇവിടെ കാണുന്നത്, മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. അപ്പൊ ആദ്യത്തെ പേര് ആദം, രണ്ടാമത്തെ പേര് ഹവ്വ, മൂന്നാമത്തത് മക്കൾ ജനിച്ചു കഴിഞ്ഞപ്പോ ജീവനുള്ളവർക്കെല്ലാം മാതാവ്. ഇതാ ആ ലൈൻ പോകുമ്പോൾ കാണാം. അതായത് 3 ലെവലുകൾ എന്തനുസരിച്ച്, 3 പീരീഡ് അനുസരിച്ച്, 3 പീരീഡ്സ് സൃഷ്ടിച്ചപ്പോ ആദം, ആദത്തിനുള്ളിൽ നിന്ന് ആ വാരിയുടെ അടുത്ത് ആ സ്ത്രീ രൂപം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഹവ്വ. അതടുത്ത പീരീഡ്. അടുത്തത് മക്കൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോ സകല മാനവരാശിക്കും മാതാവ്. 3 പേര്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം ഇതില് ഏത് വിശ്വസിക്കും? 3 വിശ്വസിച്ചേ പറ്റൂ. ഇതേപോലെ ദൈവത്തിന്റെ ഓപ്പറേഷനിൽ 3 പീരീഡുകളും 3 പൊസിഷനുകളും നമുക്കിപ്പോ കാണാം. ആ 3 പീരീഡുകൾ, 3 പൊസിഷൻ നാം മനസ്സിലാക്കിയ യേശു ക്രിസ്തു, നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ചിലർ ചോദിക്കും, യേശു ക്രിസ്തു ആരാണ്? നീ പ്രസംഗം തരുന്നതിന് മുമ്പേ ചോദിക്കും, സ്റ്റേജ് തരുന്നതിന് മുമ്പ് അവർ ചോദിക്കും, യേശു ക്രിസ്തു ആരാ? കാരണം എന്നിട്ട് വേണം പ്രസംഗം തരാൻ. അതായത് ആരാണ് നിങ്ങളെ കോർണർ ആക്കിയേക്കണത്? അതാ നിങ്ങൾ പിതാവ് അതിന്റെ ദൈവത്തിന് മാത്രമാണോ ദൈവം എന്ന് പറയുള്ളൂ? അതാ യേശുവിനെ ദൈവം എന്ന് പറയുമോ? അല്ല വേറെ ഏത് ടൈപ്പാണ്, ഏത് സാക്ഷിയാണ് നിങ്ങളെന്നാണ് അറിയേണ്ടത്. അപ്പോ എന്റെ ഹൃദയത്തിൽ അവരോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് എറ്റേണലി അറിയണോ അതോ ഓപ്പറേഷനലി അറിയണോ? നിത്യമായ പ്രകാരം അറിയണോ അതോ ഓപ്പറേഷൻ, ദൈവത്തിന്റെ ഓപ്പറേഷൻ പ്രകാരം അറിയണോ? ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, എറ്റേണലി അനാദിയായ യേശു ദൈവമാണ്. ഓപ്പറേഷനലി ദൈവത്തിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് യേശു ദൈവപുത്രനാണ്, മനുഷ്യപുത്രനാണ്. അപ്പൊ ഓപ്പറേഷൻ നടക്കുന്ന സമയത്തോ പിതാവാണ്,
ഏക സത്യദൈവം. അതാണ് യേശു. ഇനി ഇവിടെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഇതേ ഒരു പീരീഡ് പ്രകാരം നാം ഒന്ന് ചിന്തിക്കും. നമുക്ക് ഈ ദൈവത്തിന്റെ ഈ പീരീഡിനെ നമുക്ക്, അതായത് ദൈവം മാനവരാശിക്ക് വെളിപ്പെടുത്തുന്ന ആ പീരീഡ് നമുക്ക് മൂന്നായിട്ട് മുറിക്കാം. ഒന്ന്, അനാദി, ആദിക്ക് മുമ്പുള്ള സമയമാണ് അനാദി. രണ്ട്, ആദി. മൂന്ന്, സമയം. അനാദി, ആദി, സമയം. മനസ്സിലാവുന്നുണ്ടോ? സമയം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ബ്രദറെ, ആദ്യം എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല, പിന്നെ എങ്ങനെ അനാദി കിട്ടുക? ആദി എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ബൈബിളിൽ ബിഗിനിങ് എന്നാണ് അർത്ഥം. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അപ്പൊ അതിന് മുമ്പുള്ള ഒരു പീരീഡ് ഉണ്ട്, അതാണ് അനാദി. ലോക സൃഷ്ടിപ്പിന് മുമ്പുള്ള പീരീഡ് ഉണ്ട്, അതാണ് അനാദി. ആദിയിലാണ് ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്നത്. അത് കഴിഞ്ഞ ഒരു പീരീഡ് വന്നപ്പോഴാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കാൻ സന്ധ്യ വിഷസായ 1-ാം ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി നടത്തുന്നത്. അപ്പൊ ഈ 3 പീരീഡ് നമ്മള് ഒന്ന് മനസ്സിലാക്കിയ, ഈ 3 പീരീഡിലും യേശുവിന്റെ പൊസിഷന് വ്യത്യാസമുണ്ട്. ആ പൊസിഷണൽ ഡിഫറൻസ് ആണ് യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആ പൊസിഷണൽ വ്യത്യാസം അറിയാത്തത് കൊണ്ട് നമുക്കത് കടിച്ചാ പൊട്ടാതെ കിടക്കുക. അവിടെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. ഇവിടെയാണ് ഗ്രാമറിന്റെ ആവശ്യം വേണ്ടത്. വചനം ദൈവമായിരുന്നു. ഇനി ഇവിടെ ഗ്രാമറിന്റെ ആവശ്യം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ആവശ്യം കൂടി വേണം. കാരണം യഹോവയുടെ വചനത്തിൽ വായിച്ചു നോക്കുവാൻ അതിൽ ഇണയില്ലാതിരിക്കയില്ല, അവന്റെ ആത്മാവല്ലോ കൂട്ടിച്ചേർന്നു. അപ്പോ ഈ ഒരു വചനം നമ്മളെ ഈ ഒരു 3 പീരീഡായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓ ഇങ്ങനെയായിരുന്നോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം, എങ്കിലേ നിങ്ങൾ കാര്യം പിടുത്തം കിട്ടത്തുള്ളൂ. ആ 3 പീരീഡിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗോഡ്സ് ഓപ്പറേഷണൽ സൈഡ്. 3 periods and 3 positions. 3 പീരീഡുകളുണ്ട്, 3 പൊസിഷനുകളെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ട് സഹോദരങ്ങളെ? ഭൂമിയിൽ നിന്ന് വന്ന, അതായത് ഭൂമിയിൽ നിന്ന് മറ്റൊരു ക്രിസ്തു അതെന്ത് ചെയ്യണമെന്ന് പറയാമോ? ദൈവത്തിന്റെ ഓപ്പറേഷൻ സൈഡിനെയൊക്കെ മറിച്ചു കളയും. അപ്പൊ ഓപ്പറേഷൻ വളരെ പ്രാധാന്യമുണ്ട്, ശ്രമിച്ചു വെക്കുക. ഗോഡ്സ് ഓപ്പറേഷൻ സൈഡിനെ കുറിച്ചാണ് പറയുന്നത്. 3 periods and 3 positions. ഇതില് യഥാർത്ഥത്തില് ദൈവത്തിന്റെ ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഉണ്ട്. ആ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ സൈഡിൽ മറച്ചത് കൊണ്ട് സ്പ്ലിറ്റ് ഓപ്പറേഷൻ മനസ്സിലാകുന്നില്ല. അപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ ആ സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അനാദിയിൽ
ദൈവത്തോട് കൂടെ ആയിരുന്നവനും ദൈവമായിരുന്നവനും ലോക സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ അഥവാ ആദിയിൽ വചനമായി ദൈവപുത്രനായി പ്രവർത്തനം ആരംഭിച്ചു. ഇത് നാം മനസ്സിലാക്കണം. അനാദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നവൻ ദൈവമായിരുന്നവൻ, ആദിയിൽ വചനമായി ദൈവപുത്രനായി പ്രവർത്തനം ആരംഭിച്ചു. ഗോഡ്സ് ഓപ്പറേഷൻ സ്റ്റാർട്ട്. അപ്പൊ എന്തിനാണിത്? ഫോർ ദ ക്രിയേഷൻ, സൃഷ്ടിപ്പിനും അതിന്റെ പരിപാലനത്തിനും ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ്. ഇതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് ദൈവം അനുവദിക്കുന്നു വരും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ എന്തിനാണ് ഈ ഓപ്പറേഷൻ ഒക്കെ, ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നത്? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. കൂടെ വാസ് എന്ന് പറയുന്ന ഒരു ഗ്രാമറ്റിക്കൽ വേണം ഉപയോഗിച്ചത്. ഈസ് അല്ല അവിടെ ഉപയോഗിക്കണം, വാസ്. ദൈവത്തോട് കൂടെ ആയിരുന്നു. എന്നിട്ട് പറയണം വചനം ദൈവമായിരുന്നു, ആയിരുന്നു. ആ ടെൻസ് കാണുക, വചനം ദൈവം ആയിരുന്നു. അപ്പൊ ഇപ്പോ വചനമാണ്. ഇപ്പോ ദൈവപുത്രനാണ്. അപ്പൊ രണ്ടാമത്തെ പീരീഡിലാണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്. ആദ്യത്തെ പീരീഡിലല്ല, രണ്ടാമത്തെ പീരീഡ്. ഇനി മൂന്നാമത്തെ പീരീഡ് വരുന്ന സമയം വരുന്നു. അപ്പൊ എന്തിനാണ് ഇത് ചെയ്യുന്നത്? പർപ്പസ് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ദൈവവചനത്തിൽ അവിടെ നോക്കിയാലോ, പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. യേശുവിലൂടെ, ത്രൂ ദ വേർഡ്, ത്രൂ ദ ജീസസ് ക്രൈസ്റ്റ്. ദൈവം തന്റെ വചനത്താൽ, ത്രൂ ദ വേർഡ്, ത്രൂ ഹിസ് സൺ. എന്താണ്? ഹി ഈസ് ദ മാനേജർ. നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു, യഹോവയാം ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹാൻഡാണ്, അല്ലെങ്കിൽ മാനേജിങ് ഹാൻഡാണ്, അല്ലെങ്കിൽ റൂളിംഗ് ഹാൻഡാണ് വേർഡ്, ദൈവപുത്രൻ. യഹോവയാം ദൈവത്തിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡാണ് ഹോളി സ്പിരിറ്റ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു. ഇതിന് കേൾക്കാത്തവരവിടെ പോയി കേൾക്കുക. ദൈവത്തിന്റെ പ്രവർത്തന രീതി മനുഷ്യന്റെ പ്രവർത്തന രീതിയുമായിട്ട് തുല്യമാണ്. കാരണം ദൈവം തന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും മനുഷ്യനുമായി. നമ്മുടെ പേര് ദൈവപുത്രന്മാരാണ്. അപ്പോ അത് നാം മനസ്സിലാക്കി. ഫ്രം, ത്രൂ, ബൈ. ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തന രീതി. ഇത് തന്നെയാണ് നമ്മുടെ പ്രവർത്തന രീതി. നമ്മൾ യഥാർത്ഥ സത്യത്തിലുള്ള ദൈവപുത്രന്റെ പ്രവർത്തന രീതി. ഫ്രം ദ ഫാദർ, പിതാവിൽ നിന്ന്, ത്രൂ ദ വേർഡ് ഓർ ജീസസ് ഓർ ദ സൺ ഓഫ് ഗോഡ്, ബൈ ദ ഹോളി സ്പിരിറ്റ്. പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ. പുത്രൻ പറഞ്ഞിട്ടില്ലേ, പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോ പിതാവിൽ നിന്ന്, ഫ്രം ദ ഫാദർ. എന്നിട്ട് പറയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ബൈ ദ സ്പിരിറ്റ്. ഫ്രം, ത്രൂ, ബൈ. മൂന്ന് ദൈവങ്ങളല്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. നമ്മൾ മുമ്പ് പഠിച്ചു. ഇസ്രായേലെ കേൾക്ക്, നിന്റെ ദൈവമായ യഹോവ എഹദ്, ഏകനല്ലോ. അവിടെ പറയുന്നു യുണൈറ്റഡ് വൺ. വണ്ണിന് ഉപയോഗിക്കും. അപ്പൊ തന്നെ ആ വൺ എന്ന് പറയുന്നത് യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ണാണ്. ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് പറയുന്നത് ആ സംഭവമാണ്. അവർ ഇനി രണ്ടല്ല, അവർ ഒന്നായിരിക്കും, എഹദ് ആയിരിക്കും. അപ്പോ ഈ ഒരു സംഭവം നമ്മൾ ഹൃദയത്തിൽ വെക്കുക. അപ്പൊ ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് സൃഷ്ടിപ്പിനും അതിന്റെ പരിപാലനത്തിനുമാണ്. അതുകൊണ്ടാണ് തന്റെ വചനത്താൽ സൃഷ്ടിച്ചു, തന്റെ വചനത്താൽ അതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നു എന്നും പറയുന്നു. ഇനി ഇതുമായുള്ള ബന്ധത്തില് ആ മൂന്ന് പീരീഡുകളെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്കൂടെ കാണാം. മൂന്ന് പീരീഡ് ആയിട്ട് ഇവിടെ തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ പീരീഡ് ഞാൻ കഴ്സർ കൂടെ കൊണ്ടുവരട്ടെ.
ആദ്യത്തെ പീരീഡ് കാണാം എറ്റേണിറ്റി, നിത്യത, ബിഫോർ ദ ബിഗിനിങ്. ഇതിനെയാണ് മലയാളത്തിൽ അനാദി എന്ന് ബൈബിളിൽ പിടിച്ചത്, അനാദി. രണ്ടാമത്തെ പീരീഡ് എറ്റേണിറ്റി, ആഫ്റ്റർ ദ ബിഗിനിങ്. അതായത് അനാദിക്ക് ശേഷമുള്ള അല്ലെങ്കിൽ ബിഗിനിങ്ങിന് ശേഷമുള്ള നിത്യത. അത് കഴിഞ്ഞാൽ ടൈം. നമ്മൾ സമയത്തില, ടൈമില്ല. ഇതിനു മുമ്പുള്ള എറ്റേണിറ്റിയിൽ നമ്മളില്ല, അതിനു മുമ്പുള്ള അതായത് ആദിയിലും നമ്മളില്ല, ആദിക്ക് മുമ്പുള്ള അനാദിയിലും നമ്മളില്ല. നമ്മൾ സമയത്ത് മാത്രമുള്ള ഒരു അല്പസമയം. അപ്പൊ സമയത്തിലെ എറ്റേണിറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും എറ്റേണിറ്റിക്ക് അവസാനമില്ല. നമ്മളുടെ എറ്റേണിറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്, പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, മുമ്പോട്ടും പോയിക്കൊണ്ടിരിക്കുക. അതിന് അവസാനമില്ല. അത് മുമ്പോട്ട് ഇങ്ങനെ പോവുകയാണ്. എന്നാൽ ഈ പുറകിലേക്ക് പോയാൽ അതിന് അവസാനമില്ല, അനാദിയായ കിടക്കുകയാണ്. ഇനി 90 സങ്കീർത്തനം പറയുന്നത് നീ അനാദിയായും ശാശ്വതമായും നീ ദൈവമാണ്. അനാദിയായും, അതായത് ബിഗിനിങ്ങിന് മുമ്പുള്ള എറ്റേണിറ്റിയാണ് അനാദി. ബിഗിനിങ്ങിന് ശേഷമുള്ള എറ്റേണിറ്റിയാണ് ഇതാ ശാശ്വതമായ എറ്റേണിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 90 സങ്കീർത്തനം. അവിടെ എഴുതിയിരിക്കുകയാണ്, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ. ഇങ്ങനെ ഒരു പീരീഡ്, അതായത് ഉൽപ്പത്തി ഇതിൽ നമ്മൾ കാണുന്ന ഒരു പീരീഡ് ഉണ്ട്. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആ സംഭവം. ആ ഒരു പീരീഡിന് മുമ്പേ നീ പർവ്വതങ്ങൾ ഉണ്ടായതിന്, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകും. രണ്ട് പീരീഡാണ്, അനാദി, ശാശ്വത. ശാശ്വതം എന്നുള്ളതിന് എറ്റേണിറ്റി എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓളം എന്നുള്ള വാക്കാണ് നമുക്ക് അവിടെ ഹെബ്രായ ഭാഷയിൽ കാണാൻ കഴിയുന്നത്. അപ്പോ ഓളം എന്ന് വെച്ചാൽ എറ്റേണിറ്റി. അപ്പോ അതിന് എറ്റേണിറ്റിയെ രണ്ടായിട്ട് മുറിച്ചിരിക്കുകയാണ്. ബിഗിനിങ്ങിന് മുമ്പുള്ള എറ്റേണിറ്റി, ആരംഭത്തിന് മുമ്പുള്ള എറ്റേണിറ്റി, ആരംഭത്തിന് ശേഷമുള്ള എറ്റേണിറ്റി. ഇനി ഇതുമായുള്ള ബന്ധത്തിന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ബിഗിനിങ്ങിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കും. അപ്പൊ മൂന്നായിട്ട് തിരിച്ച് മനസ്സിലായല്ലോ. ആദ്യം അനാദി, തുടർന്ന് ആദി, തുടർന്ന് സമയം. എറ്റേണിറ്റി ബിഫോർ ദ ബിഗിനിങ്, എറ്റേണിറ്റി ആഫ്റ്റർ ദ ബിഗിനിങ് ആൻഡ് ടൈം. ഇനി ബിഗിനിങ്ങിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. എന്താണ് ബിഗിനിങ്? ബിഗിനിങ് നമുക്ക് കേൾക്കാം. ആദിയിൽ ദൈവം, in the beginning God created. ആദിയിൽ, beginning, God created heavens and earth. വീണ്ടും നമുക്ക് കേൾക്കാം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പർട്ടിക്കുലർ സ്പോട്ട് അല്ലെങ്കിൽ ഒരു ടൈമിനെ കുറിച്ച് അവിടെ കാണിക്കുന്നു. ആദി. ശ്രദ്ധിച്ചേ, ആ രണ്ട് വചനങ്ങൾ നമുക്ക് വായിക്കാം. അതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ യെല്ലോ സ്പോട്ട് കണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോൾ സ്ക്രീനിൽ ഇത് വൈറ്റ് ആയിട്ട് കാണത്തുള്ളൂ. ഇതാണ് ബിഗിനിങ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബിഗിനിങ്. ആ ബിഗിനിങ് അനാദിയെയും ആദിയെയും തമ്മിൽ രണ്ടാക്കി. നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആദിയിലാണ് വചനം ഉണ്ടായിരുന്നത്, പക്ഷെ അനാദിയിൽ ആ വചനം ദൈവമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ തരാനാണ് ഈ പറഞ്ഞു തരുന്നത്. പീരീഡ് അനുസരിച്ച് സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇനി സമയത്തിലേക്ക് വരുമ്പോ വചനം ആരായി? വചനം മനുഷ്യനായി. സംഭവം മാറി. ഓരോ സമയത്തും സംഭവം മാറിക്കൊണ്ടേയിരിക്കുക. നേരത്തെ ഹവ്വയുടെ പേര് ആദോ എന്നായിരുന്നു. ഹവ്വ പുറത്തിറങ്ങിയപ്പോ ആദത്തിന്റെ എല്ലിൽ പുറത്തിറങ്ങി രൂപപ്പെട്ടപ്പോ ഹവ്വയെന്നായി. തുടർന്ന് ഇതാ കുഞ്ഞുങ്ങളുണ്ടായപ്പോ സർവ ജനത്തിനും മാതാവെന്നായി. ഇതേപോലെ വചനത്തിന്റെ പേര് ആദിയിൽ വചനമെന്നാണ്, ദൈവപുത്രൻ എന്നാണ്. എന്നാൽ അനാദിയിൽ ദൈവം എന്നാണ്. എന്നാൽ സമയത്തിലേക്ക് വരുമ്പോൾ മനുഷ്യപുത്രൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എല്ലാ പേരുകളും ആ യേശയ്യാ പ്രവാചകൻ 9:6 പറയുന്ന സകലത് യേശുവിന് മേച്ച.
പക്ഷേ അത് ഇത് ഈ 3 പീരീഡായിട്ട് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷനാണ്. നിങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് പോയി കോർണറൈസ് ചെയ്യപ്പെടും. ആ കോർണറൈസ് ചെയ്തിട്ട് ഒരു സഭയുടെ പേര് വിട്ടിട്ട് നിങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ അതിന്റെ ആളുകളിലേക്ക് നിങ്ങൾക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാക്കി തരാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ എങ്ങനെ ഒരു കോർണറൈസ് ചെയ്ത് ഇന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളായി? അങ്ങനെയില്ല. ദൈവത്തെ നമുക്ക് വെളിപ്പെടും തോറും നമ്മുടെ ഉള്ളിൽ സൺഷിപ്പ് വെളിപ്പെടുകയും നമ്മൾ ഐക്യത ക്രിസ്തുവിൽ ഒരൊറ്റ മകനായി, ദൈവത്തിന് ഒരൊറ്റ മകൻ എന്നതുപോലെ ക്രിസ്തുവിൽ ഒരൊറ്റ മകൻ എന്നതുപോലെ നാം വളരും. ദൈവത്തിന് ഐക്യതയുള്ളവരായി തീരും. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം വർദ്ധിക്കും, നമ്മുടെ ഉള്ളിൽ ജീവൻ വർദ്ധിക്കും, നമ്മൾ ദൈവത്തിന് അടുത്തടുത്ത് വരും. അങ്ങനെ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും അറിയും. നമ്മൾ അങ്ങനെ നിത്യജീവനം വളർന്നുകൊണ്ടേയിരിക്കും. ഇനി ബിഗിനിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ, അപ്പൊ ബിഗിനിങ്ങിനെ കുറിച്ച് പറയാൻ കൊളോസി ലേഖനം 1:15 നമുക്ക് ഒന്ന് ചിന്തിക്കാം. കൊളോസി ലേഖനം 1:15. അവിടെ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കേട്ടത്തിൽ ഒരുപക്ഷെ ഞെട്ടരുത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതനും ആകും. നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് പ്രസംഗം കേൾക്കും, സെക്കൻഡ് പാർട്ട് കേൾക്കത്തില്ല. അതായത് അവൻ ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. He is the image of the invisible God. അദൃശ്യൻ, ദൈവം അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. വിശ്വസിച്ചോ? The firstborn of all creation. Firstborn പറയുന്നത് ബൈബിളാണ്. നിങ്ങളുടെ ബൈബിൾ അത് തന്നെ ഉണ്ടോ നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. ഇല്ലെങ്കിൽ എന്നോട് പറയണം. പ്രസംഗം കേൾക്കില്ല, വായിക്കുമ്പോ നമ്മള് അത് ഇങ്ങനെ ബൈപ്പാസ് ചെയ്തങ്ങ് പോകും, അറിയില്ല. ഫസ്റ്റ് ബോൺ, ഫസ്റ്റ് ബോൺ. മേരിയിൽ നിന്നുള്ള ബോൺ എന്നല്ല പറഞ്ഞത്. അതായത് മേരിയിൽ നിന്ന് ജനിച്ചതല്ല പറഞ്ഞേ. സകല സൃഷ്ടികൾക്കും മുമ്പേ ആദ്യമായി ജനിച്ചവനാണ്. അല്ല, മനസ്സിലായി? നമ്മൾ പുറകെ ഇത് മനസ്സിലാക്കി. അതിന്റെ അർത്ഥം നമ്മള് ഇതിന്റെ ഡീറ്റെയിൽ കുറെ നമ്മൾ മനസ്സിലാക്കുക, ദൈവം അനുവദിക്കുന്നെങ്കിൽ. നിങ്ങളുടെ ബൈബിൾ അങ്ങനെയാണല്ലോ. അവിടെ ഫസ്റ്റ് ബോൺ, അതിന്റെ അർത്ഥം ആദ്യമായി ജനിച്ചത്. അപ്പൊ അതായത് ഈ വേർഡിന് എന്നാ ഉണ്ട്? ബൈബിള് പറയുന്നു വേർഡിന് എന്നാ ഉണ്ട്? ഒരു ജനനം ഉണ്ട്. ഞാൻ പറയുന്നല്ല, എന്റെ നേരെ കുരിശു വരരുത്. യേശു ദൈവമാണെന്ന് മാത്രം പിടിച്ചു നിൽക്കുന്നവര് അതും വെച്ചുകൊണ്ട് ഒരു ദൈവത്തിന്, കാരണം ദൈവത്തിന് ജനനം കിട്ടും. ശ്രദ്ധിച്ച്, യേശയ്യാ പ്രവാചകൻ പുസ്തകത്തിൽ പറഞ്ഞ എല്ലാ സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയാൽ മതി. അവൻ ശക്തനായ ദൈവം, ഈസ് എ മൈറ്റി ഗോഡ്. അപ്പൊ തന്നെ നിത്യ പിതാവാണ്. ഒക്കെ ശരിയാ. ഈ 3 പീരീഡിൽ അവർ 3 ദൈവത്തിന്റെ ഓപ്പറേഷൻ മനസ്സിലാക്കി. 3 പീരീഡിൽ ആ 3 ഓപ്പറേഷൻ നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമ്മൾ ആകെപ്പാടെ അതിൽ വരുമോ ഈ ചിന്തകൾ കൊണ്ട്? ആരോടുകൂടെ കൂടണം? എല്ലാവരും പറയുന്നത് സത്യം. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ യേശു ക്രിസ്തു is the firstborn of all creation. സകലതും ഉണ്ടാകുന്നതിന് മുമ്പ്, എല്ലാ സൃഷ്ടിപ്പും ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ജനിച്ചവനാ. നിഷേധിക്കാൻ പറ്റുമോ? ബൈബിൾ പറയുന്നത് നിഷേധിക്കാൻ പറ്റുമോ? ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ നിഷേധിക്കാൻ? പകരം നിഷേധിക്കാതെ ദൈവത്തോട് ചോദിക്കും, കർത്താവിന് എന്തായി? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനമാണ്, വേടുണ്ടായിരുന്നു. വേടാണ്, വേറെ ആരുമല്ല, സൺ ഓഫ് ഗോഡ്. കന്യകാമറിയത്തിൽ ജനിച്ചപ്പോഴല്ല സൺ ഓഫ് ഗോഡ് ഉണ്ടായത്, അതിനു മുമ്പേ ഉണ്ട്. അങ്ങോട്ടേക്ക് ദൈവം നമ്മൾ വരും. ഒരു തന്ത്രിക അല്ലേ?
ജനിച്ചു എന്ന് പറഞ്ഞു. അതെ, ബൈബിള് പറയുന്നു. നമുക്ക് അമ്മയും പറഞ്ഞാലേ പറ്റൂ. അവരെഴുതിയിരിക്കുകയാണ്, സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അപ്പൊ സൃഷ്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആദ്യജാതനാണ്. ഇത് പ്രസംഗവേദിയിൽ പ്രസംഗിച്ച് കേരളത്തില്ല എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇല്ലാന്ന് തോന്നുന്നില്ല. ഇനി സർവ സൃഷ്ടികൾക്ക് മുമ്പുള്ളതല്ലേ ഈ ഉണ്ടാക്കിയത് മുഴുവൻ? ഈ വചനമായ ആദ്യജാതനിലൂടെയാണ് ഉണ്ടായത് മുഴുവൻ ആദ്യജാതനിലൂടെ ഉണ്ടാക്കിയത്. എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും. അതായത് സ്വർഗത്തിലുള്ളത് അദൃശ്യം, ഭൂമിയിലുള്ളത് ദൃശ്യമാണ്. എന്നിട്ട് പറയണ ഈ അദൃശ്യമായത് സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലം ഇത് മുഴുവൻ അദൃശ്യമാണ്. ഈ പറഞ്ഞത് മുഴുവൻ അദൃശ്യമാണ്. അദൃശ്യ മണ്ഡലമാണ്, ദൂതന്മാരുടെ മണ്ഡലമാണ്, അദൃശ്യ ലോകമാണ്. സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, ഇതൊക്കെ അദൃശ്യമാണ്. മറ്റൊരു ദൃശ്യമാണെങ്കിൽ പറഞ്ഞേനെ, അവിടെയുള്ള തെങ്ങും മീനും ആ കളയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ പറ്റും. കടലിൽ തിമിംഗലങ്ങൾ, മത്സ്യങ്ങൾ വർദ്ധിക്കട്ടെ, ഭൂമിയിൽ വിത്തുള്ള സസ്യങ്ങൾ മുളയ്ക്കട്ടെ, അതൊക്കെ കാണുന്നത്. പക്ഷെ ഇത് പറയുന്നത് കാണാത്തതാ. ഇത് എവിടെയാണ്? ആദിയിൽ നടക്കുന്ന കാര്യമായി പറയുന്നേ. കാണുന്നതും കാണാത്തതുമായ സൃഷ്ടിപ്പിന്റെ കാരണം അവിടെയാണ് പറയുന്നത്. അത് വചനമാണെന്ന് ചെയ്തത്. അവിടെ എഴുതിയിരിക്കുകയാണ്, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലം അവൻ മുഖാന്തരവും, സത്യം മുഖാന്തരം, ത്രൂ from, through, by, from the Father, through the Word or Son of God or Jesus, നമ്മൾ പറയുമ്പോൾ by the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ട് മുഖാന്തരം എന്ന് പറയുന്നത് സിംഹാസനങ്ങളുടെ കർത്തൃത്വങ്ങളുടെ വാഴ്ചകളാകട്ടെ, അധികാരങ്ങളുടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ട് സകലം സൃഷ്ടിക്കപ്പെട്ടു. അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭയുടെ ശരീരത്തിന്റെ തലയുമാകുന്നു. ഹല്ലേലൂയ. അപ്പോ വചനത്തിന് ഒരാരംഭമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വചനത്തിന് ഒരാരംഭം. ഇതുകൊണ്ടാണ് നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കാണാം, നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ഡേ ഉണ്ട്. ഇന്ന് എബ്രാഹിം കാണാം, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇനി ഈ സൃഷ്ടിപ്പ് തുടങ്ങുമ്പോൾ ഈ ഒരു സമയമാണ് ബിഗിനിങ് എന്ന് പറയുന്നത്. ബിഗിനിങ്. അപ്പൊ ഇൻ ദ ബിഗിനിങ് എന്നെ ഉണ്ട്. ഇൻ ദ ബിഗിനിങ് ദൈവം ആദ്യം ഉളവാക്കിയത്, ഈ സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ താൻ പ്ലാൻ ചെയ്തു. സ്പ്ലിറ്റ് ഓപ്പറേഷൻ. ആ സ്പ്ലിറ്റ് ഓപ്പറേഷനിൽ താൻ ചെയ്തത്, തനിക്ക് ഒരു രാജാവിനെ, അതായത് ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു രാജാവിനെ തന്നിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. തന്നിൽ നിന്ന് തന്നെ. ഇത് ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദത്തിന്റെ ഉള്ളിൽ നിന്ന് ഹവ്വയിലേക്ക് ദൈവം പുറത്തെടുത്ത്. ഓക്കെ, നമ്മൾ അങ്ങോട്ടേക്കും വരും. അപ്പോ ഇവിടെ ഇതുമായുള്ള ബന്ധത്തിന് നമുക്ക് കാണാൻ കഴിയാവുന്നത്, ഈ സൃഷ്ടിച്ചതിന് ശേഷമാണ് ക്രിയേഷൻ മുഴുവൻ നടക്കുന്നത്. ഉൽപ്പത്തി 1:1 നമുക്ക് ആ ബിഗിനിങ് കാണാം. ബിഗിനിങ് അവിടെ എഴുതിയിരിക്കുന്നു, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതായത് ലോകത്തെ ആദിയിൽ ഉണ്ടാക്കി. ശ്രദ്ധിച്ചേക്കാം, ലോകത്തെ ആദിയിൽ ഉണ്ടാക്കി. ഇൻ ദ ബിഗിനിങ്. അപ്പൊ നാം ബിഗിനിങ്ങിലാണ്. ദ ബിഗിനിങ് അല്ല ദൈവത്തെ ഉണ്ടാക്കിയ. ദൈവം ആദിയും അവസാനവും ഇല്ലാത്തതാണ്. പക്ഷെ ദൈവമാണ് ബിഗിനിങ്ങിനെ ഉണ്ടാക്കി, ആദി തുടങ്ങുന്നത്. അതായത് സൃഷ്ടിപ്പിന്റെ തുടക്കമാണ് ബൈബിളിൽ ഈ പറയുന്ന ബിഗിനിങ്. സൃഷ്ടിപ്പിന്റെ തുടക്കം. ഇനി നമുക്കിവിടെ കാണാം,
ഈ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ ദൈവം തനിക്ക് ഒരു രാജാവിനെ, ഒരു മാനേജറെ, ഒരു ശില്പിയെ ഒരുക്കുകയാണ്. ഞാനുണ്ട് തന്നിൽ നിന്ന് തന്നെ ഒരു ശില്പിയെ ഒരുക്കുകയാണ്. അത് നമുക്ക് കാണാൻ കഴിയുന്നത് സദൃശവാക്യം 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്ന കാര്യം നമുക്ക് ശ്രദ്ധിച്ചു കേൾക്കാം. യഹോവ പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി, തന്റെ പ്രവൃത്തിയുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ശ്രദ്ധിക്കുക, യഹോവ പണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി, തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ആരെ? എന്നെ? ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ, ദ വേർഡിനെ ഉളവാക്കി. ഞാൻ അതിന്റെ 1-ാം അധ്യായം 2-ാം അധ്യായം എടുക്കാം. അതിന്റെ 24-ാം വാക്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും. വചനം ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും. അപ്പൊ ഇവിടെ ഇത് വായിച്ചത് നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എഴുതിയിരിക്കുന്നു, പുരാതനമേ, ബിഗിനിങ് വീണ്ടും പറയാം, ആദിയിൽ തന്നെ, ബിഗിനിങ് ആദിയിൽ തന്നെ. ശ്രദ്ധിച്ചൊക്കെ അടുത്തത്, ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴുണ്ടായിരുന്നു? പുരാതനമേ, ഇൻ ദ ബിഗിനിങ്, ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ. ഈ ഒരു വേർഡ് നിങ്ങൾക്ക് ബൈബിളിൽ പലയിടത്തും കാണാം. ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വം പലയിടത്തും കാണാൻ പറ്റും. അപ്പൊ ശ്രദ്ധിച്ചേ, അവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളങ്ങൾ നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ. ശ്രദ്ധിച്ച, പർവ്വതങ്ങൾ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. നമ്മൾ നേരത്തെ ഈ ഒരു പർവ്വതങ്ങൾക്ക് മുമ്പ് കണ്ടു ഒരു വേറെ കാര്യം കണ്ടു. പർവ്വതങ്ങൾക്ക് മുമ്പേ ഭൂമിയും ഭൂമിയുടെ എല്ലാ ക്രമീകരണം ഉണ്ടാകുന്നതിന് മുമ്പേ നീ അനാദിയായി ശാശ്വതമായ ദൈവം. ഇവിടെയും പറയാണ്, പർവ്വതങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പേ കുന്നുകൾക്ക് മുമ്പേ ഞാൻ ജനിച്ചിരിക്കുന്നു. ഇവിടെ ജനനമുള്ള ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിലെ പൊടിയേഴ് തുകയെ ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ, ഇതൊന്നും ഇല്ലാത്ത സമയത്താണത്. അവിടെ പറയുന്നു, അവൻ ആകാശത്തിൽ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആഴത്തിന്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീത മേഘങ്ങൾ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിപ്പിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും എല്ലാ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയാണ്, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഞാൻ അവന്റെ അടുക്കൽ ആരായിരുന്നു? ശില്പിയായിരുന്നു. ഞാൻ അവന്റെ അടുക്കൽ മാനേജറായിരുന്നു. ഞാൻ അവന്റെ അടുക്കൽ ഒരു മാസ്റ്റർ വർക്ക്മാൻ ആയിരുന്നു. ദൈവതൊക്കെ ചിലപ്പോഴും ഞാൻ അവന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഞാൻ ദൈവം ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഇവിടെയൊക്കെ പറയുന്നത് ഭൂമിയെയും, അതായത് ലോകസ്ഥാപനത്തിന് മുമ്പ്, ലോകസ്ഥാപനത്തിന്റെ സമയത്ത് രണ്ട് പൊസിഷനാണ് യേശു ക്രിസ്തു. യോഹന്നാൻ 17:5. ഇപ്പോൾ പിതാവേ, യേശു പിതാവിനോട് പറയും, ഇപ്പോൾ പിതാവേ, പീരീഡ് പൊക്കോണം, ബിഗിനിങ്ങിലേക്ക് പോയി. ബിഗിനിങ് ലോകം ഉണ്ടാകും മുമ്പേ. അപ്പൊ ബിഗിനിങ് അല്ല, ബിഗിനിങ്ങിന് മുമ്പാ. അതേതാണ്? അനാദി. ആദിയല്ല, അനാദി. ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ
ടെൻസ് നോക്കിയേ. ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. അപ്പൊ ലോകം ഉണ്ടാകുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. അപ്പൊ ഈ സമയം ഏതാ? ആദിക്ക് മുമ്പുള്ള കാലം. ആദിക്ക് മുമ്പുള്ള കാലം ഈ പറയുന്നേ. അപ്പൊ ആദിക്ക് മുമ്പ് യേശു പറയാണ് എനിക്ക് നിന്റെ അടുക്കൽ മഹത്വം ഉണ്ടായിരുന്നു. അല്ലാണ്ട് കന്യാമറിയത്തിൽ ജനിച്ചപ്പോഴല്ലേ യേശു ഉണ്ടായേ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അപ്പോഴല്ല യേശു ഉണ്ടേ. അതിനു മുമ്പ് അനാദിയിൽ യേശു ഉണ്ട്. ആ യേശു ആരുടെ കൂടെ ആയിരുന്നു? പിതാവിനോട് കൂടെ താൻ ദൈവമായിരുന്നു. ആ ദൈവത്തിന്റെ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആണ് നാം വചനമായി കാണുന്നത്. ആദം മാത്രമുള്ള ഒരു പീരീഡ് ഉണ്ടായി. ആദത്തിന്റെ ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ ആണ് പിന്നെ ഹൗവയായി കാണുന്നത്. യേശു വചനം സൃഷ്ടിക്കപ്പെട്ടതല്ല. ആദ്യത്തെ ദൈവം സൃഷ്ടിച്ചു, പിന്നെ രണ്ടാമത് ഹൗവയെ സൃഷ്ടിച്ചതല്ല. ആദത്തിന്റെ ഉള്ളിൽ നിന്ന് ഉരുവാക്കി എടുത്തതാ. ദൈവം തന്റെ പ്രവർത്തികളുടെ ആരംഭമായി, നമ്മൾ കേട്ടില്ലേ? സദൃശ 8:22 മുതൽ വായിച്ചപ്പോ എന്നെ ഉളവാക്കി, സൃഷ്ടിച്ചതല്ല, ഉളവാക്കി, എന്നെ ഉളവാക്കി. ഹവ്വയെ ആദത്തിന്റെ ഉള്ളിൽ നിന്ന് ഉളവാക്കി. ദൈവ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്നെ സൃഷ്ടിച്ചെന്നല്ല, ദൈവ സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്നെ ഉളവാക്കി. എവിടെന്ന്? ദൈവത്തിൽ നിന്ന് തന്നെ. ദൈവത്തിൽ നിന്ന് തന്നെ ഉളവാക്കി. അപ്പൊ ദൈവം തന്നെ എന്നെ ഉളവാക്കിയപ്പോ എന്റെ പേരെന്തായി? ദൈവപുത്രൻ എന്നായി. അതാണ് വേർഡ്. അതുകൊണ്ടാണ് ദൈവപുത്രൻ 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 എന്ന് പറയുന്നത്. പിതാവിന്റെ മാറിൽ ഇരിക്കുന്ന ദൈവപുത്രൻ. എവിടെ നിന്ന് ഉത്ഭവിച്ചു? പിതാവിന് തന്നെ ഉപയോഗിച്ചു. ആരായിരുന്നു നേരത്തെ? പിതാവിന്റെ ഉള്ളിലായിരുന്നു. എങ്ങനെ? ഹൗവ നേരത്തെ ആദമായിരുന്നത് പോലെ വേർഡ് നേരത്തെ ദൈവമായിരുന്നു. ഹൗവ നേരത്തെ ആദമായിരുന്നത് പോലെ വേർഡ് നേരത്തെ ദൈവമായിരുന്നു, നിത്യപിതാവായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നൊരു ദിവസം ബൈബിളിൽ നമുക്ക് കാണാം. ആ സമയത്ത് ദൈവത്തിന് ഉളവായ ദൈവപുത്രനായി മാറി, വചനമായി മാറി. എന്തിനാണ്? സൃഷ്ടിപ്പുമായുള്ള ബന്ധത്തിലാണ്, അതിന്റെ പരിപാലനവുമായുള്ള ബന്ധത്തിലാണ്. ഹൗവ എന്തിനാണ് ഉളവാക്കിയത്? ആദത്തിന്റെ ഉള്ളിൽ ഹൗവയെ ഉളവാക്കിയത് എന്തിനാണ്? കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനും പരിപാലിക്കാനുമാണ്. അങ്ങനെ ഭൂമി മുഴുവൻ മനുഷ്യരായി തീരാൻ. ദൈവം എന്തിനാണ് സ്പിരിറ്റ് ഓപ്പറേഷൻ നടത്തിയത്? ദൈവത്തിനും തന്നെ തന്റെ പുത്രനെ ഉരുവാക്കി, വചനമാക്കി വെച്ചു. അവനെ സകലത്തിനും അധികാരിയാക്കി, അവനിലൂടെ സകലത ഉണ്ടാക്കി. എന്നിട്ട് പറയണം തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നു, പരിപാലിക്കുന്നു, സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു. ഹൗവ എന്തിനാണ് ഉരുവാക്കിയത്? ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ ഭൂമിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് നിറഞ്ഞു കവിയാൻ തക്കവണ്ണം ആദത്തിന് കൊടുത്ത സഹായിയാണ് ഹൗവ. കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, പരിപാലിക്കുക. ഇതല്ല ഇന്നത്തെ സ്ത്രീകൾ ചെയ്യുന്നേ. പ്രസവിക്കുക, പരിപാലിക്കുക. ഇതെല്ലാം ഒരു പുരുഷൻ ചെയ്യാൻ പറ്റുമോ? ഇതാ ദൈവം ഇതേ പ്രക്രിയ തന്നെയാണ് ചെയ്തത്. സൃഷ്ടിക്കുക, സകലത്തെ സൃഷ്ടിക്കുക, അവനിലൂടെയും അവനായിട്ട് സൃഷ്ടിച്ചു. സൃഷ്ടിക്കുക, അതിനെ പരിപാലിക്കുക. സകലത അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവന്റെ ശക്തിയുള്ള വചനത്താൽ സകലതും പരിപാലിക്കപ്പെടുന്നു. ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹാൻഡ് ആണ് വചനം, ദൈവപുത്രൻ. Lord, I love you. ഇവിടെ കഥ പറയാണ്, ഇപ്പോൾ പിതാവേ ലോകം ഉണ്ടാകും മുമ്പേ
എനിക്ക് നിന്റെ അടുത്തുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്താൻ ലോകം ഉണ്ടാകും മുമ്പേ. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ ഒരു പോയിന്റിലാണ് ലോകം ഉണ്ടാകുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അദൃശ്യമായതും ദൃശ്യമായതും എല്ലാം അവനെ സൃഷ്ടിക്കപ്പെട്ടു. ഇതിനു മുമ്പേ നിങ്ങൾ കൺസേൺ കണ്ടോ? ഇതിനു മുമ്പേ ഉള്ള കാലമാണ് അനാദി. അനാദിയിൽ നീ ഞാനും ഒന്നായിരുന്നു. ഈ സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഇല്ലായിരുന്നു, നമ്മൾ ഒന്നായിരുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന് വചനം പറയുന്നത് ആദിയിൽ, അതായത് ഈ പീരീഡ് കണ്ടോ, ഈ പ്രൊഫസറോട് ചേർക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. പറയാണ് വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അതെപ്പോഴാണ്? അനാദി. ഇപ്പോഴോ ആദിയിൽ എന്താണ്? ആദിയിൽ വചനം. അവിടെയാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. അവിടെയാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. പ്രിയ സഹോദരികളെ, ആ ഒരു പീരീഡ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. നമ്മൾക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് നമ്മൾ ആദ്യത്തേക്ക് കടന്നു വരും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അവിടെ എഴുതിയിരിക്കുകയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട ആ പോയിന്റ്, ഏത് പോയിന്റ്? ഈ കാണുന്ന യെല്ലോ പോയിന്റ്. വചനം ഉണ്ടായിരുന്നു. ഇത് യോഹന്നാൻ സംസാരിക്കാൻ അവിടെ നിന്നുകൊണ്ടാണ്. യോഹന്നാൻ ഇത് പറയുന്നത് മൂന്നാമത്തെ ആ പീരീഡിൽ നിന്നുകൊണ്ടാണ്. അതായത് സമയത്തിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ സംസാരിക്കുന്നത്. ആ സമയത്തിൽ നിന്ന് യോഹന്നാൻ പറയുന്ന കാര്യം ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ കാണുന്ന പോയിന്റ്. ഇനി ആ വചനം ആരോട് കൂടെ ആയിരുന്നു? അവിടെയാണ് ഗ്രാമർ വരുന്നത്. ആ വചനം ആരോട് കൂടെ ആയിരുന്നു? ആ വചനം ഇതാ അവിടെ ദൈവത്തിന്റെ വചനം പറയാണ്, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. എവിടെ? കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഭൂമിയും ഭൂമണ്ഡലവും സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പേ, ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ. എപ്പോഴാണ്? മുമ്പേ എനിക്ക് നിന്നോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിൽ. സ്ഥാപിക്കുന്നതിന് മുമ്പേ ആദിയിലാണ് സ്ഥാപിച്ചത്. അപ്പോ അനാദിയിൽ എനിക്ക് നിന്നോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വം. ഇതുകൊണ്ടാണ് അവിടെ പറയുന്നത് വചനം ദൈവത്തോട് കൂടെയായിരുന്നു. എപ്പോ? ലോകസ്ഥാപനത്തിനു മുമ്പേ. അനാദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ഇനി പറയാണ് വചനം ദൈവമായിരുന്നു. എപ്പോ? അനാദിയിൽ ഈ വചനവും ദൈവവും ഒന്നായി. ഒറ്റയായിരുന്നു. ഹവ്വയും ആദവും ഒറ്റ ആളോ ആദമായിരുന്നത് പോലെ വചനവും ദൈവവും ഒന്നായിരുന്നു. വചനവും ദൈവവും ഒന്നായിരുന്നു. ഒറ്റയാണ്. എപ്പോ? അവിടെ നോക്കി ഗ്രാമർ നോക്കി ഇംഗ്ലീഷ് പഠിച്ചാൽ ദ വേർഡ് ഈസ് ഗോഡ് എന്നല്ല. ശ്രദ്ധിച്ചേക്ക്, എവിടെയാണ് ഗ്രാമർ എന്ന് പറഞ്ഞ് വളരെ പ്രാധാന്യം എന്ന് പറഞ്ഞ് വേർഡ് ഈസ് ഗോഡ് എന്നല്ല, വേർഡ് വാസ് ഗോഡ്. കർത്താവ് യോഹന്നാൻ 17:5 പറഞ്ഞു ശ്രദ്ധിച്ചില്ലേ? പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ്, ആദിയിലാണ് ലോകസ്ഥാപനം, അതിനു മുമ്പ് അനാദിയിൽ എനിക്ക് നിന്നോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ഇതാണ് ഇവിടെ പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ആ ടൈം ഒന്ന് ആഡ് ചെയ്യട്ടെ. ടൈം അനാദി. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഏത് വാക്കിന്റെ അടിസ്ഥാനത്തിൽ? യോഹന്നാൻ 17:5 അടിസ്ഥാനത്തിൽ കേട്ടോ. അതായത് ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് നിന്നോട് കൂടെ ഉണ്ട്. ലോകസ്ഥാപനമാണ് അനാദി. അപ്പൊ ആ അനാദി കൂടിയാണ് ചേർക്കാൻ പോവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അനാദിയിൽ ആ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അനാദിയിൽ ആ വചനം ദൈവമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അനാദിയിൽ ആ വചനം ദൈവമായിരുന്നു. ഇനി അടുത്തത് സമയം വീണ്ടും ആദിയിലേക്ക് വരിക, തിരിച്ച് ആദിയിലേക്ക് വരികയാണ്. ഓപ്പറേഷൻ നടക്കാൻ മുമ്പ് ആദിയിൽ ഓപ്പറേഷൻ നടക്കുന്നത്. ആദിയിൽ ആരൊക്കെ ഉണ്ട്? ദൈവമുണ്ട്, വചനമുണ്ട്. വീണ്ടും പറയാണ് അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. അതായത് ഓപ്പറേഷൻ നടക്കുമ്പോ ദൈവം, കർത്താവ് പറയുന്നില്ല, ഞാൻ അവന്റെ അടുക്കൽ ഒരു ശില്പിയായിരുന്നു. ദൈവത്തിന്റെ അടുക്കൽ
വചനം ദൈവത്തിന്റെ അടുക്കൽ ഒരു ശില്പിയായിരുന്നു. ഇതുകൊണ്ടാണ് സഭയ്ക്ക് ദൂത്, ലവോദിക്യ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ കർത്താവ് യേശു പറയുന്നത് ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. ആരംഭം, ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. യഥാർത്ഥ ട്രാൻസ്ലേഷൻ അങ്ങനെയല്ല, കുറച്ച് തെറ്റുണ്ട്. അവിടെ പറയുന്നൊരു കാര്യം, ഞാൻ വിശ്വസ്ത സാക്ഷിയാണ്. ഏതിന്റെ സാക്ഷി? യേശു പറയാണ് ഞാൻ വിശ്വസ്ത സാക്ഷിയാണ്. ദൈവ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഞാൻ വിശ്വസ്ത സാക്ഷിയായി കൂടെ ഉണ്ടായിരുന്നു. വായിച്ചിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകം സഭയ്ക്ക് പറയുന്ന ദൂതാണ്. ദൂത് പറയുമ്പോ പറയുന്നൊരു കാര്യമാണ്. അവരെഴുതിയിരിക്കുകയാണ്, ലവോദിക്കയിലെ സഭയ്ക്കിടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ശ്രദ്ധിച്ചേ, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി. ഇവിടെ യേശുവിനെ ഒരു സാക്ഷിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സാക്ഷി. ഇതുകൊണ്ടാണ് പറയുന്നത്, ഇതാ ദൈവം ഇതൊക്കെ ചെയ്യുമ്പോ, ഭൂമിയും അതിന്റെ മണ്ഡലവും എല്ലാം നിർമ്മിക്കുമ്പോ ഞാൻ അവിടെ അവന്റെ അടുക്കൽ ഒരു ശില്പിയായിരുന്നു, അവനോട് കൂടെ ഞാൻ നിന്നിരുന്നു. ഇതുകൊണ്ടാണ് പറയുന്നത് യേശുവിലൂടെയും യേശുവിനായിട്ട് സകലം സൃഷ്ടിക്കപ്പെട്ടു. എല്ലാം യേശുവിലൂടെയാണ്. ഇവിടെ പറയുകയാണ് ഞാൻ അവിടെ സാക്ഷിയായിരുന്നു. എപ്പോ? ഏതിന്റെ? അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് വിശ്വസ്തന് സത്യവാനുമായി സാക്ഷിയായി. എന്തിന്റെ സാക്ഷി? ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആരംഭമാണ്. സൃഷ്ടിയുടെ സാക്ഷിയാണ് ഞാൻ. ഈ കാര്യങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചില്ലേ? ആ ആരംഭത്തിൽ ഞാൻ അവിടെ സാക്ഷിയായിരുന്നു. മലയാളം വായിച്ചാൽ അർത്ഥം നല്ല വരുന്നത്. ഇംഗ്ലീഷിലേക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് വായിക്കാം. And to the angel of the church in Laodicea write, these things say Amen, the faithful and true witness, the beginning of the creation of God. ദൈവ സൃഷ്ടിയുടെ ആരംഭം. ആരംഭത്തിൽ അവിടെ വിശ്വസ്ത സാക്ഷിയായി കർത്താവായ യേശു നല്ലൊരു മാനേജറായി, നല്ലൊരു ശില്പിയായി, നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായി, നല്ലൊരു റൂളറായി, നല്ലൊരു ദൈവത്തിന്റെ അഭിഷിക്തനായി, ദൈവത്തിന്റെ രാജാവായി അവിടെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചന സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത്, ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ആ രാജാവിന്റെ പേരാണ് പുത്രൻ. അപ്പൊ അവിടെ വായിച്ചു ഇന്നത്തെ അവസാനിപ്പിക്കാം. Thank you, God. I love you. I love you. ഇതാ സങ്കീർത്തന 2-ാം അധ്യായം 2-ാം വാക്യം ഞാൻ വായിക്കാം. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തന് വിരോധമായി. അഭിഷിക്തൻ ആരാണ്? മിശിഹ, സൺ ഓഫ് ഗോഡ്, ദ വേർഡ്. യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവിടെ എഴുതി. എന്റെ ആദ്യത്തെ വാക്യം പറയാണ്, 6-ാം വാക്യം, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. യേശു കർത്താവിനെ കുറിച്ച് പറയാണ്, യഹോവയുടെ രാജാവാണ്, മാനേജ്മെന്റ് നടത്തുന്ന വ്യക്തിയാണ്, വേർഡാണ്. രാജാവായി അഭിഷിക്തനെ വാഴിച്ചിരിക്കുകയാണ്. ഇനി താഴേക്ക് വായിക്കുമ്പോ കൂടെ കാണാം. എന്റെ അടുത്ത വാക്യം, ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നരുളി ചെയ്തു, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. വേർഡിന്റെ ജനനമാണ്. വേർഡിനെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവപുത്രൻ എന്നാണ്. നിങ്ങളത് കണ്ടുപിടിക്കണേ. അടുത്ത സന്ദേശത്തിൽ നമുക്ക് ദൈവം ചിന്തിക്കാം. അപ്പോ വേർഡിലെ ദൈവപുത്രൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ കുറിച്ചുള്ള വാക്കുകളൊക്കെ മനസ്സിലാക്കിയാണ്. ഓക്കെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ബുദ്ധി കൊണ്ട് ഓടാതെ ആത്മാവുകൊണ്ട് ഓടുക. ഗ്ലോറി. ഇനി അവിടെ താഴേക്ക് പറയുകയാണ്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അവസാനത്തോട് പറയാണ്, അവൻ കോപിച്ചിട്ട്, ആരെ? ദൈവപുത്രനായ വചനം കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ. പുത്രനെ ചുംബിപ്പീൻ. അവന്റെ കോപക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. പുത്രനെ ചുംബിക്കാനാണ് യഹോവയുടെ കൽപ്പന. കാരണം നമ്മുടെ തല ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ തല ദൈവമാണ്.
ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് സഭയുടെ തല ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കണം. ഈ ഓപ്പറേഷൻ മനസ്സിലാക്കി നാം മുന്നോട്ടേക്ക് പോകുക. അല്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് മുമ്പിലേക്ക് മുന്നോട്ടേക്ക് പോകുവാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ വിശ്വാസ തലം ഒരു അവീര പരിമളമായിട്ട് കടന്നു വന്നിട്ട് ഈ ഭാഗങ്ങളെല്ലാം ഇതാ നമ്മളെ ഫിറ്റ് ചെയ്യുവാനായിട്ടാണ്. ഇത് തന്നെയാണ് പുതിയ നിയമത്തിൽ എഴുതി പറഞ്ഞിരിക്കുന്നത്. നീ എന്റെ ഹെബ്രായലേഖനം 1:5 വാക്യം, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് മനുഷ്യരോട് ആരോടെങ്കിലും പറഞ്ഞതല്ല. ഇത് ദൂതന്മാരിൽ ആരോടെങ്കിലും പലപ്പോഴും അറിയിച്ചിട്ടുണ്ടോ? മനുഷ്യരില്ലാത്ത ദൂതന്മാര് മാത്രമുള്ള ആദി മനുഷ്യൻ സമയത്തിലാണ് വന്നത്. ആദിയിൽ അദൃശ്യമായതൊക്കെ ഉണ്ടായിരുന്നു, ദൂതന്മാരുണ്ടായിരുന്നു. ആദിക്ക് മുമ്പ് അനാദി. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ 3 പീരീഡ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് ആദ്യം അനാദി, സൃഷ്ടികൾ തുടങ്ങുന്നതിന് മുമ്പുള്ള കാലം. അത് കഴിഞ്ഞാൽ ആദിയിലാണ് വചനത്തിന്റെ ജന്മദിവസം. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. ആ ഒരു പീരീഡ്. അത് കഴിഞ്ഞാൽ തുടർന്ന് അടുത്ത പീരീഡ്, ഈ വചനം മാംസമായി നമ്മളുടെ വസിച്ചു. 3ാമത്തെ പീരീഡ്. അത് നമുക്കറിയാം. കന്യ ഗർഭിണിയായി ഒരു ശിശുവിനെ പ്രസവിച്ചു. വചനം മാംസമായി, ഇമ്മാനുവേൽ എന്നറിയപ്പെടുന്ന ആ ഒരു ഹല്ലേലൂയ. ആ 3 പീരീഡ് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഓപ്പറേഷൻ. ആദ്യം അനാദിയിലായിരുന്ന ദൈവം സൃഷ്ടിപ്പിനായി തീരുമാനമെടുക്കുന്നു. ആദത്തിൽ നിന്ന് ഹവ്വയെ, മക്കളെ ജനിപ്പിക്കുവാനും അവരെ പരിപാലിക്കുവാനും ആ ആദത്തിൽ നിന്ന് ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ, ആ വാരിയെ എടുത്ത് ഒരു സ്ത്രീ ആക്കിയതുപോലെ വീണ്ടും സൃഷ്ടിച്ചില്ല. യേശുക്രിസ്തു സൃഷ്ടിയല്ല, പിതാവിന്റെ തന്നെ ഭാഗം. തുടർന്ന് ഇതാണ് ഉരുവാക്കി എന്ന് പറയുന്നത്. തുടർന്ന് അടുത്ത സ്റ്റേജിലേക്ക് ആരംഭിച്ചു. ആരംഭിച്ചു സകല സൃഷ്ടിക്ക് മുമ്പുള്ള ആദ്യജാതി. എന്തിനു മുമ്പുള്ള? സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദ്യജാതി. അതാണ് വേർഡ്, അതാണ് സന്നദ്ധ. ഇനി ആ വചനം, ആ വേർഡാണ് 3ാമത്തെ ഫേസിൽ. വചനം മാംസമായി നമ്മളുടെ വസിച്ചു. അതാണ് സമയത്തിൽ വസിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഇച്ചിരി കടുപ്പം കൂടിയതാന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ ദൈവം നമ്മളിപ്പോ എന്ത് ചെയ്യാന്നറിയാമോ? കർത്താവ് പറയാണ്, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ച എന്നെയും കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ. ഇത് നിങ്ങൾ അറിയും തോറും നിങ്ങൾ ജീവന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആരാന്നറിയാമോ? ദൈവപുത്രന്മാരാ. ക്രിസ്തു ദൈവപുത്രന്മാർ. നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് കേട്ട വചനം ഇതാ ആഴമേറിയതാണ്. ഈ പ്ലാനറ്റിന് പരിചയമില്ലാത്തതാണ്. എന്നാൽ ദൈവം ഇതൊക്കെ വെളിപ്പെടുത്തി തരാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം ഇതൊക്കെ നമുക്ക് തരുന്നു. നമുക്കൊന്നിൽ അഹങ്കരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച്, കർത്താവെ, ഞങ്ങൾക്ക് ഇതിനൊന്നും യോഗ്യതയില്ല കർത്താവെ, അങ്ങ് തരുന്ന ഈ വചനങ്ങൾ മനസ്സിലാക്കി അപ്പൊ ആഴത്തിൽ നിലകൊള്ളുവാൻ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പാനൊക്കെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വകീയ പിതാവേ, ഡാഡി, വചനത്തിന്റെ ആഴങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഞങ്ങളിത് അറിയാതിരുന്നപ്പോൾ ഞങ്ങൾ പരസ്പരം ഓരോ വചനങ്ങളും ഏറ്റെടുത്ത് ഓരോ ഗ്രൂപ്പുകളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഡിബേറ്റും ഒക്കെ നടത്തി. ഞങ്ങളോട് ക്ഷമിക്കണേ. എന്നാൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ അംശമായത് അറിയുന്നു, പൂർണ്ണമായത് വരുമ്പോഴും അംശമായത് നീങ്ങിപ്പോകും, അറിവില്ലായ്മ നീങ്ങിപ്പോകും. ഞങ്ങൾ അറിവിലേക്ക് കടന്നു. യേശു പറഞ്ഞു, ഏകസത്യദൈവമായ പിതാവിനെയും പിതാവ് അയച്ച എന്നെയും കുറിച്ച് അറിയുന്നതാണ് നിത്യജീവൻ. അത് തന്നെയാണ് ദൈവരാജ്യം. പിതാവേ, അറിയുന്തോറും അങ്ങയുടെ അധികാരത്തിന്റെ കീഴിൽ അങ്ങയുടെ പുത്രനെ ഏൽപ്പിച്ചു തരുന്നത് പോലെ ഞങ്ങൾ ഏൽപ്പിച്ചു തരുവാൻ ഇടയാകുന്നല്ലോ.
അത് ഞങ്ങളുടെ അജ്ഞതയെ, ഭോഷത്വത്തെ സൂര്യന്റെ ചൂടിൽ മഞ്ഞുരുക്കി മാറുന്നത് പോലെ മാറ്റുന്നതിനായി നന്ദിയോ. കർത്താവേ, അങ്ങ് തന്ന ഈ പ്രകാശം ഈ ലോകത്തിലേക്ക് അങ്ങയുടെ ആത്മാവ് ഇതാ വിരിയിച്ചു കൊടുത്തതിനായി നന്ദി. ഇനിയും വിരിയിക്കാനുള്ളതും കൊടുക്കുവാൻ തക്കവണ്ണം ഇതാ അടിയനെ അങ്ങയുടെ കരങ്ങളിൽ എത്തിക്കുന്നു. കേട്ടതിന് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കർത്താവേ, ആഴത്തിൽ അങ്ങയുടെ ആത്മാവിൽ മക്കളുള്ളിൽ പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കണമെന്ന് കർത്താവെ. ആരും തർക്കത്തിന്റെയും തിന്മകളുടെയും വഴിയിലേക്ക് കടന്നു വരാതെ കർത്താവെ, അങ്ങയുടെ ചിന്തകൾ മനസ്സിലാക്കി അതിൽ വളരുവാൻ മക്കളെ സഹായിക്കും. അങ്ങയുടെ അത്ഭുത കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുക. നല്ല പിതാവേ, ഈ മക്കളെ ഏവരെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. ഒരു അനുഗ്രഹമായി വെളിപ്പെടുവാൻ അങ്ങ് ഇടയാക്കണം. അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക് മക്കളെ താഴ്ത്തി ഏൽപ്പിക്കുക. കൂടെ ആയിരിക്കുന്ന കൃപകൾക്കായി നന്ദി. കൂടെ ആയിരിക്കുന്ന കൃപകൾക്കായി ഇവരുടെ വിഷയങ്ങളിലും ഇവരുടെ പ്രയാസങ്ങളിലും എല്ലാം അങ്ങ് മഞ്ഞുമഴയുമായി ആരും തകർന്നും പോകാം. എല്ലാവരും ക്രിസ്തുവിൽ പണിയപ്പെടുവാൻ ഐക്യതയോടെ വളരും തോറും, സ്പ്ലിറ്റ് അല്ല കർത്താവേ, വളരും തോറും ക്രിസ്തുവിൽ ഐക്യമത്യപ്പെടുവാൻ സഹായിക്കും. ഈ ചന്തകടാമത്തിൽ അനുഗ്രഹിക്കുന്നു. അഭിഷേകം എല്ലാം കൂട്ടായി മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരും. താങ്ക് യു ഡാഡി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇൻ ജീസസ് നെയിം. താങ്ക് യു, താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരുന്ന, മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നന്ദി പറയുകയാണ്. നിങ്ങൾ ഈ വചനം കേട്ട വചനം ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും വീണ്ടും കേൾക്കുക, ബൈബിൾ നോക്കുക, അങ്ങനെ തന്നെ ഉറപ്പിക്കുക. വചനമാണ് സത്യം. നിങ്ങൾ എന്നെയല്ല വിശ്വസിക്കേണ്ട, ബൈബിൾ വിശ്വസിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ വിശ്വസിക്കുക. എന്നിട്ട് അതനുസരിച്ച് ദൈവസ്ഥലത്തിൽ മുട്ടുമടക്കി അവരോടും ഇവരോടും പറഞ്ഞു നടക്കാതെ മുട്ടുമടക്കി ദൈവത്തോട് ചോദിക്കുക. ദൈവം നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തരും. കൂടുതൽ നിങ്ങൾ ഫേസ്ബുക്കിന്റെ അടിയിൽ കമന്റ് ചെയ്ത് സംശയം ചോദിച്ചാൽ ഞാൻ ഉത്തരം തരില്ല. കാരണം അത് ഒരു പബ്ലിക്, ഒരു സോഷ്യൽ മണ്ഡലമാണ്. അവിടേക്ക് എന്തെങ്കിലും ഉത്തരം പറയുന്നത് ഒരു ബുദ്ധിയായിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല, എനിക്ക് അതിലേക്കൊന്നും ചിന്തിക്കുന്നുണ്ട്, സമയമില്ല. നിങ്ങളോട് സ്നേഹമുണ്ട്, പറഞ്ഞു തരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള സമയം ചെലവഴിക്കുന്നു. മാത്രമല്ല, എനിക്ക് എന്റെ ഉപജീവന കാര്യത്തിന് ഓടണം. അപ്പൊ ഇതിന്റെയൊക്കെ നടുവിൽ പലപ്പോഴും അതിലേക്ക് സമയം കിട്ടുകയില്ല. ധാരാളം സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ കേട്ടതൊന്നും പുസ്തകത്തിലുള്ള കാര്യമൊന്നുമല്ല. ഒരു പുസ്തകത്തിൽ നോക്കിയാലും തപ്പേലും കിട്ടത്തുമില്ല. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പലപ്പോഴും തരാൻ കഴിയാത്തത് എന്നോട് ക്ഷമിക്കുക. നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഉത്തരം തന്നാലും തന്നില്ലല്ലോ, നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്.